ജയ്. ഭഗവാന്റെ ലീലകൾ അനന്തമാണ്. യോവ അനന്തസ്യ ഗുണാനന്താൻ അനുക്രമിഷ്യൻ സതുബാലബുദ്ധി. ഭഗവാന്റെ ഗുണങ്ങൾ ഞാൻ മുഴുവനും പറയാൻ വിചാരിച്ച് ഒരാൾ ഇവിടെ ഇരുന്നാൽ അവൻ വിഡ്ഢിയാണ്. വിഡ്ഢി പറയാൻ ബാലബുദ്ധി, ചെറിയ കുട്ടികളുടെ ബുദ്ധിയുള്ള ആളാണെന്ന് പറയും. എന്താ കാരണം? രജാംശി വിഷ്ണു ഗണയേത് കഥഞ്ചിത്. വളരെ ബുദ്ധിമുട്ടിച്ചിട്ടെങ്കിലും ഈ ഭൂമിയിൽ എത്ര മണലുണ്ട്, മണൽത്തരി എത്രയാണെന്ന് നമുക്ക് കണക്ക് എടുക്കാം. ഭൂമിയിൽ എത്ര മണൽത്തരിന്ന് ഒരു കണക്കെടുക്കണമെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് നമുക്ക് ഒരു കണക്കെടുക്കാം എത്ര മണൽത്തരിയാണെന്ന്. പിന്നെ ഭൂമിയിൽ എത്ര സ്ക്വയർ ഫീറ്റ് കണക്കാക്കി കുറച്ച് ബുദ്ധിമുട്ടി നമുക്ക് ഭൂമിയിലുള്ള മണൽത്തരി പോലും നമുക്ക് എണ്ണാൻ സാധിക്കും. ഭഗവാന്റെ ഗുണങ്ങൾ എണ്ണാൻ പറ്റുന്നില്ലേ? മുചുകുന്ദനോട് ഭഗവാൻ പറയുന്നു, നീ ആരാണെന്ന് മുചുകുന്ദൻ ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുന്നു, എൻ്റെ ഗുണങ്ങൾ അനന്തമാണ്, അത് പറയാൻ ഇപ്പോൾ സമയമില്ല. തഥാപി അദ്യതനാന്യങ്ക, ഇപ്പോൾ ഉള്ളത് മാത്രമേ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ പണ്ട് ജനിച്ച കാലനേമി, പണ്ടുണ്ടായിരുന്ന കാലനേമി എന്ന പേരുള്ള അസുരൻ കംസനായി ജനിച്ചു. അവനെ വധിക്കാൻ വേണ്ടി വസുദേവപുത്രനായി ജനിച്ച വാസുദേവനാണ് ഞാൻ ഒക്കെ ഭഗവാൻ പറയുന്നു. ഇന്ന് മുചുകുന്ദനെ സംശയിക്കാൻ കാരണം 4 തൃക്കൈയുണ്ട്, ശംഖചക്രം വച്ചിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ആരാണ് ചോദിക്കാൻ കാരണം? കൃഷ്ണാവതാര കാലത്ത് ചില ഡ്യൂപ്ലിക്കേറ്റ് ഭഗവാന്മാർ പുറപ്പെട്ടിട്ടുണ്ട്. പൗണ്ഡ്രക വാസുദേവൻ ഒരാൾ, അവൾക്ക് കണ്ണനെ പോലെ ആവണം ആഗ്രഹം. അയാളും ശരീരത്തിൽ ഒരു നീല പെയിൻ്റൊക്കെ അടിച്ച് എക്സ്ട്രാ പ്ലാസ്റ്റിക് കൈയൊക്കെ കട്ടി വെച്ച് പിടിപ്പിച്ച് ശംഖചക്രമൊക്കെ വെച്ച് ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് നടന്നു. പിന്നെ അവസാനം ഭഗവാനക്ക് തന്നെ കത്തയച്ചു, ഞാനാണ് ഒറിജിനൽ, നീ ഡ്യൂപ്ലിക്കേറ്റാണ്. എന്താ ധൈര്യം ഇവർക്ക്? ഡ്യൂപ്ലിക്കേറ്റായ ഒരാൾ ഭഗവാനോട് തന്നെ പറയുന്നു, ഞാനാണ് ഒറിജിനൽ, നീ ഡ്യൂപ്ലിക്കേറ്റ് വാസുദേവനാണ്. ഭഗവാൻ നേരിട്ട് അത് കണ്ടപ്പോഴാണ് അത്ഭുതപ്പെട്ടു. വിജഹാസ ഭുസംഹരി, ഭഗവാൻ തന്നെ ചിരിച്ചു. കാരണം ഭഗവാനക്ക് ശ്രീവത്സൻ മറുകുണ്ട്, അത് ഉണ്ടാക്കണ്ടേ. അതിനു വേണ്ടി വളരെ ബുദ്ധിമുട്ടി ഭൃഗുമഹർഷിയുടെ കാലിപ്പാട് വാങ്ങി അത് നല്ല തീയിൽ നല്ല പഴുപ്പിച്ച് വെച്ച് ശ്രീവത്സം പോലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഭഗവാൻ, എന്തായാലും ഭഗവാനാവാൻ ഇത്ര ബുദ്ധിമുട്ടിയില്ലേ? അതിനെ എളുപ്പ വഴി സാധുക്കളോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. സജ്ജനങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ഭഗവാനായിട്ട് മാറാൻ എളുപ്പ വഴി എന്താ? എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചിരുന്നാൽ മതി. ആരെ ധ്യാനിച്ച് ആരുടെ നാമം നമ്മൾ ഊറുവിടുവോ അവരായിട്ട് നമ്മൾ മാറും. ഭഗവാനായിട്ട് മാറാൻ ആ ഭഗവാന്റെ രൂപം ധ്യാനിച്ച് ഭഗവാന്റെ നാമം ജപിക്കാമായിരുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ അവൾ സജ്ജനങ്ങളില്ല. പക്ഷേ വേഷം കെട്ടി നിന്നപ്പോഴാണ് ഭഗവാൻ അവൾക്കും മുക്തി കൊടുത്തു എന്ന് പറയണം. പിന്നെ ഭഗവാന്റെ ഗാർഹസ്ഥ്യധർമ്മം 16,100 വീടുകളിൽ 16,100 കൃഷ്ണനായി ഭഗവാൻ ഓരോ ഗൃഹസ്ഥധർമ്മങ്ങൾ ചെയ്യുന്നത് നാരദൻ കണ്ടതായി വർണ്ണിക്കുന്നു. പിന്നെ ഭഗവാനെ ആശ്രയിച്ച പാണ്ഡവന്മാരെ ഭഗവാൻ സൗഖ്യമാക്കി അവർ രാജസൂയം ചെയ്യിപ്പിച്ചു. കാരണം രാജസൂയം എല്ലാവരും ചെയ്യാൻ പറ്റില്ല, ചില ആളുകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പണ്ട് വരുണൻ ചെയ്തിട്ടുണ്ട്, പിന്നെ സോമൻ ചന്ദ്രൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ചില ആൾക്കാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് വളരെ ബുദ്ധിമുട്ടുള്ള യാഗമാണ്. രാമചന്ദ്ര മഹാപ്രഭു പോലും രാജസൂയം ചെയ്തിട്ടില്ല. അശ്വമേധമൊക്കെ ചെയ്തിട്ടുണ്ട്, രാജസൂയം ശ്രീരാമചന്ദ്ര പ്രഭു പോലും ചെയ്തിട്ടില്ല. എന്തായിട്ട് വേണ്ട വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ രാജസൂയം എല്ലാവരും ചെയ്തിട്ടില്ല. പക്ഷേ ഇയാൾ പാണ്ഡവന്മാരുടെ അച്ഛൻ പാണ്ഡു മഹാരാജാവിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു രാജസൂയം ചെയ്യണം. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. രാജസൂയം നടത്തിയ രാജാക്കന്മാർക്ക് ദേവലോകത്തിൽ അവർക്ക് സുവർണ തട്ടത്തിലാണ് ഭക്ഷണം, അവർക്ക് സ്പെഷ്യൽ പാൽപ്പായസമൊക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ രാജാക്കന്മാർക്ക് സാധാരണ എവർസുലർ പ്ലേറ്റിലാണ്, അവർക്ക് സാധാരണ കഞ്ചി മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ വിചാരിച്ചു പാണ്ഡു മഹാരാജാവ്, രാജസൂയം ചെയ്തവർക്ക് വലിയ ഒരു സ്പെഷ്യൽ സത്കാരം നടക്കുന്നുണ്ടല്ലോ, എനിക്ക് പറ്റിട്ടില്ലേ, എൻ്റെ പുത്രന്മാർ കൊണ്ട് ചെയ്യിച്ചാൽ എനിക്ക് പെരുമ ഉണ്ടാകും. പാണ്ഡു മഹാരാജാവ് സ്വർഗത്തിൽ
നാരദനോട് പറഞ്ഞു. അപ്പോൾ നാരദൻ അവിടെ നേരിട്ട് വന്ന് പറഞ്ഞു, പാണ്ഡവന്മാരോട് നിങ്ങൾ രാജസൂയ നടത്തണം. പക്ഷെ രാജസൂയ നടത്തണമെങ്കിൽ അതിനെ എല്ലാവരും ജയിക്കേണ്ടേ? വേറെ രാജാക്കന്മാർ ജയിക്കാൻ സാധിക്കും, കൃഷ്ണനെ ജയിക്കാൻ പറ്റുമോ? ഭഗവാനല്ലേ. ഭഗവാനോട് അറിയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആദ്യം എൻ്റെ ദക്ഷിണ ഞാൻ കൊടുക്കുന്നു. ജിതോസ്മി ആത്മവതാദേഹം ദൃജയോ യോ കൃതാത്മവിഹി. ജിതോസ്മി, നിന്നെ കൊണ്ട് ഞാൻ ജയിച്ചു, ഞാൻ തോറ്റു എന്ന് ഭഗവാൻ. എങ്ങനെ തോറ്റു? നിൻ്റെ ഗുണം കൊണ്ട്. ഭഗവാനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭക്തന്മാർ അവരുടെ സജ്ജനങ്ങളുടെ സദ്ഗുണം കൊണ്ട് ഭഗവാനെ തോൽപ്പിക്കുന്നു. അജിതജിത സമമതിഭിഹി സാധുഭിർഭവാഞ്ജിതാത്മവിർഭവത വിജിതാസ്തേപി ച ഭജ ഭവ അകാമാത്മനാം യ ആത്മദോതി കരുണഃ. ചിത്രകേതുയിൽ പറയുന്നു. അങ്ങനെ ഭഗവാന്റെ സഹായത്തോടു കൂടി പാണ്ഡവന്മാർ രാജസൂയം ചെയ്തു. പിന്നെ സുദാമ ചരിത്രം 2 അധ്യായത്തിൽ വർണ്ണിക്കുന്നു. ഭക്തന്മാർക്ക് ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഭഗവാൻ അത് നേരാക്കി അനുഗ്രഹിക്കും. സുദാമാവിൻ്റെ ഭാര്യയാണ് കൂടുതൽ ഭക്തിയുള്ള സ്ത്രീ പറയുന്നു. ആറ് ഭട്ടത്രി. സമാനശീലാപി തദീയവല്ലഭ തഥാപി നോ ചിത്തജയം സമേയുഷി. സമാനശീലാപി തദീയവല്ലഭ തഥൈവ നോ ചിത്തജയം സമീയുഷി. തഥൈവ നോ പറഞ്ഞാൽ അർത്ഥം സുദാമാവിനെ പോലെ ചിത്തജയം ഇല്ലേ അങ്ങനെ പറഞ്ഞാൽ അർത്ഥം. സുദാമാവിനെ പോലെ മനസ്സ് ജയിച്ചിട്ടില്ലേ പറഞ്ഞാൽ അർത്ഥം സുദാമാവിനെ പോലെ ഇല്ലേ അതേക്കാൾ കൂടുതൽ ആണ് അതിൽ അർത്ഥമാണ് കൽപ്പിക്കുന്നത്. എന്താ കാരണം സുദാമാവിനക്ക് വിശപ്പടക്കാൻ വയ്യ. സുദാമാവിൻ്റെ ഭാര്യയെ വിശപ്പും കൂടി അടക്കി വെച്ചിരുന്നു. ക്ഷുക്ഷാമാച തഥാവിധ എടുത്ത് പറയുന്നു. അങ്ങനെ സുദാമ പുരാണാന്തരത്തിൽ പറഞ്ഞ കഥയാണ്. ഗുരുകുലത്തിലിരിക്കുമ്പോൾ സുദാമാവ് കൃഷ്ണനക്ക് വേണ്ടി ഗുരുപത്നി കൊടുത്തത് എടുത്ത് കഴിച്ചു. അത് തിരിച്ചു തന്നപ്പോഴാണ്. ഇതൊക്കെ പുരാണാന്തരത്തിൽ പറഞ്ഞാലും നമുക്ക് ഭാഗവതത്തിൽ ഇതൊന്നും പ്രമാണമൊന്നും ഇല്ലേ. എന്തായാലും ഭഗവാൻ സമയം പ്രതീക്ഷിച്ചിരുന്നു. സുദാമാവിൻ്റെ ഭാര്യയെ വിചാരിച്ച് ഭഗവാൻ അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി. ഭഗവാന്റെ മുമ്പിൽ എന്ത് സമർപ്പിച്ചാലും അത് സന്തോഷത്തോട് സ്വീകരിച്ച് ഒരു തുളസി പത്രം, ഒരു പൂവ്, അല്ലെങ്കിൽ ഒരു പഴം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ തത്വമായിട്ട് പറയും മഹാത്മാക്കൾ. ശ്രദ്ധാപത്രം, ഭഗവാന്റെ മുന്നിൽ നമ്മുടെ ശ്രദ്ധയായിട്ട് സമർപ്പിക്കുന്നതാണ്. ശ്രദ്ധയാണ് പത്രം. നമ്മുടെ മനസ്സാണ് പുഷ്പം. സുമനസ്, മനസ്സിൻ്റെ പേരാണ് സുമനസ്. സുമനസ് പറഞ്ഞാൽ പുഷ്പം. മണപുഷ്പം. കർമ്മഫലം ഫലം, കർമ്മഫലങ്ങളാണ് പഴം. ത്വയം പറഞ്ഞാൽ നമ്മുടെ കണിനി. ഇതൊക്കെയാണ് ഭഗവാൻ പത്രം പുഷ്പം ഫലം ത്വയം ഇവിടെ പറയുന്നു. അങ്ങനെ സുദാമാവിൻ്റെ അവിധിക്കിഴി സ്വീകരിച്ച് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു ഭഗവാൻ. പിന്നെ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭഗവാൻ വലിയ സത്സംഗമൊന്ന് ഏർപ്പാട് ചെയ്തു. അവിടെ ഭഗവാനെ കാണാൻ മഹർഷിമാരൊക്കെ വന്നു, ഗോപികമാരൊക്കെ വന്നു, ഗോപന്മാർ, രാജാക്കന്മാർ എല്ലാവരും വന്നു. അപ്പോഴാണ് മഹർഷിമാർ വന്നപ്പോൾ വസുദേവൻ ചോദിച്ചു മഹർഷിമാരോട്, ഞാൻ മുക്തി നേടാൻ എന്ത് ചെയ്യണം? ഭഗവാൻ മഹാനായി ജനിച്ചിട്ടും ഇയാൾ മുക്തി നേടാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു. അപ്പോഴാണ് നാരദൻ പറഞ്ഞത്, അടുത്താവുമ്പോൾ വലിയ വസ്തു സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പെരുമ നമ്മൾ മനസ്സിലാക്കാറില്ല. അതാണ് ഇവിടെ പറയുന്നു. സന്തതഗമനാ മലയാചില ഭില്ലപുരന്ത്രി ചന്ദനതരുകാഷ്ഠം ഇന്ധനം കരോതി അതിപരിചയാത് അനാദര. അതിപരിചയമാവുമ്പോൾ അനാദരവും ഉണ്ടാവും. കൃഷ്ണൻ മഹാനായി കിട്ടിക്കഴിഞ്ഞപ്പോൾ മഹന് തന്നെ തോന്നിയിട്ടുള്ളൂ, ഭഗവാൻ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് മുക്തി നേടാൻ വഴി പറയുന്നേ പറഞ്ഞപ്പോൾ ഋഷീശ്വരന്മാർ യാഗം ചെയ്യാൻ പറഞ്ഞു. കാരണം പ്രധാനമായിട്ട് 5 കടമാണ്. 3 കടം കൂടുതൽ പ്രധാനം. ദേവകടം, ഋഷികടം, പിതൃകടം. ദേവകടന്മാരാണ് പൂജയും, പിതൃകടന്ന് സത്പുത്ര സന്താനവും, ഋഷികടം ഋഷികൾ എഴുതി വെച്ച് പുരാണ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഋഷികടം മാറിക്കിട്ടും. അപ്പോൾ നിനക്ക് 2 കടം കഴിഞ്ഞു. ത്വന്വത്യമുക്തോദ്വാഭ്യാം വൈ ഋഷിപിത്രോർമഹാമുതേ.
യജ്ഞൈർദേവർണ്ണമുന്മുച്ഛേ നിർണോ അശരണോ ഭവ എന്നാണ് ഉപദേശിച്ചു. 3 മാസം അവിടെ യാഗം ചെയ്തു. ഗോപികമാരോടെ കാത്തിരുന്നു. തദ്യശ്വ ഇതി മാസാസ്ത്രീൻ ഇതിവിൽ മാണിതോവസത്. ഗോപികമാർ പുറപ്പെടുമ്പോൾ നാളെ പോവാം പറഞ്ഞ് അവസാനം അങ്ങനെ 3 മാസം അവിടെ താമസിച്ചു. അങ്ങനെ താമസിച്ച് അവർ പുറപ്പെട്ടപ്പോഴാണ് വളരെ സങ്കടത്തോട് പോയി. എന്താ സങ്കടം? ഭഗവാൻ പോകുന്നുണ്ടല്ലോ. ഭഗവാന്റെ അടുത്ത് മനസ്സ് കൊടുത്ത് മണഹാക്ഷിപ്തം പുനർഹർത്തും അനീഷ മധുരാം യയുഃ. വളരെ സങ്കടത്തോടെ ചില ദിക്കിൽ സപ്താഹം കഴിയുമ്പോൾ വളരെ സങ്കടമാവും. സപ്താഹം കഴിയാറായല്ലോ, ഇനി ഭഗവാന്റെ കഥ കേൾക്കാൻ പറ്റില്ലല്ലോ, സങ്കടമാവും. ഒരു മുത്തശ്ശി എന്നോട് പറഞ്ഞു, സങ്കടമായല്ലോ, എന്താ നാളെ മുതൽ പിന്നെ വീട്ടിൽ ചോറും ഉണ്ടാക്കണല്ലോ. അങ്ങനെ സങ്കടമാവരുത്. അങ്ങനെ സങ്കടമാവില്ല. ഇതുപോലെ വീണ്ടും ഭഗവാന്റെ കഥ കേൾക്കാൻ ഒരു ഭാഗ്യം കിട്ടണേന്ന് തോന്നണം. ഇപ്പോൾ അതിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. കാരണം മൊബൈൽ യൂട്യൂബിൽ പോയാൽ എല്ലാ ദിക്കിലും നടക്കുന്ന സത്സംഗമൊക്കെ യൂട്യൂബിൽ ഇടുന്നത് കൊണ്ട് നമുക്ക് കേൾക്കാം. ഇപ്പോൾ പറഞ്ഞ കഥയൊക്കെ നിങ്ങൾക്കും കേൾക്കാം. പിന്നെ എൻ്റെ പേരിട്ടാൽ മതി, മുംബൈ ചന്ദ്രുജി. യൂട്യൂബിൽ പോയാൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് വീണ്ടും കൂടി കേൾക്കാം. എന്തൊക്കെ നമ്മൾ കേട്ടു ഒന്നും പശുക്കളൊക്കെ അയവരയ്ക്കുന്നത് പോലെ എന്തൊക്കെ നമ്മൾ കേട്ടുന്നു എന്ന് മനസ്സിലാക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കേട്ടാൽ മനസ്സിലാകും. പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ ഭഗവാന്റെ കഥ വീണ്ടും കേൾക്കാൻ പറ്റുമെന്ന് ഭഗവാനെ കാണാൻ പറ്റുമെന്ന് അവർ വളരെ സങ്കടത്തോട് പോയി. പിന്നെ വസുദേവനക്ക് ഭഗവാൻ ഉപദേശിച്ചു, എന്നിൽ മാത്രം ഭഗവാനെ കണ്ടാൽ പോരാ, കാണുന്ന പശു പക്ഷി മൃഗാദികളിലും ഭഗവാന്റെ രൂപം കാണാൻ സാധിക്കണം. അഹം യൂയം അസാവാര്യ ഇമേജ ദ്വാരകൗകസ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യ സകദാചരം. അപ്പോഴാണ് ദേവകി പ്രാർത്ഥിച്ചു, കൃഷ്ണ, നീ ജനിക്കും മുമ്പ് എൻ്റെ 6 മക്കളെ കംസൻ തള്ളിക്കൊന്നു, പാറയിലടിച്ചു കൊന്നു. അവരെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാം. പണ്ട് ഗുരുപുത്രനെ തിരിച്ചു കൊടുത്തില്ലേ, അതുപോലെ എൻ്റെ മക്കളെയും കാണണം. ഭഗവാനക്കറിയാം ആ കുട്ടികൾ എവിടെയാണെന്ന്. അവർ 6 പേരും മരീചി എന്നു പേരുള്ള മഹാത്മാവിൻ്റെ പുത്രന്മാരാണ്. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതങ്കൻ, ക്ഷുദ്രഭൃണി എന്നാണ് അവരുടെ പേര്. ഈ 6 പേരും ബ്രഹ്മാവ പരിഹാസം ചെയ്തു. മഹാത്മാക്കൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യും, അത് നമ്മൾ പരിഹസിക്കാൻ പാടില്ല. കാരണം മഹാത്മാക്കൾക്ക് ചിലപ്പോൾ കാമം ഉണ്ടാവും, ചിലപ്പോൾ കോപം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാമകോപം നമുക്ക് തന്നെ അസുഖത്വം ഉണ്ടാകും. നമുക്ക് കോപം ഉണ്ടാകുമ്പോൾ നമുക്കും ബി പി കയറും. പിന്നെ ആരോടാണ് കോപിക്കുമ്പോൾ അവർക്കും ബി പി കയറും. പക്ഷേ മഹാത്മാക്കൾക്ക് കോപം വന്നാൽ അതുകൊണ്ട് ഗുണമാണ്. സനകാദികൾക്ക് കോപം വന്നു, ജയവിജയന്മാരെ ശപിച്ചു, അതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടി? 4 അവതാരം കിട്ടിയില്ലേ? നരസിംഹാവതാരം, വരാഹാവതാരം, രാമാവതാരം, കൃഷ്ണാവതാരം. മഹാത്മാക്കളുടെ കോപം പോലും നമുക്ക് നന്മയാണ്. അതേപോലെ പരാശരണക്ക് കാമം ഉണ്ടായി. ആ പരാശരണക്ക് കാമം ഉണ്ടായപ്പോൾ എന്തായി? നമുക്കൊരു വ്യാസൻ്റെ അവതാരം കിട്ടി, ഒരു ജ്ഞാനാവതാരം. വ്യാസനില്ലെങ്കിൽ നമുക്ക് ഇത്തരം ഗ്രന്ഥങ്ങൾ കിട്ടുമോ? ഇപ്പം മഹാത്മാക്കളുടെ കാമകോപം നമ്മളെപ്പോലെ ഇല്ലേ? അപ്പോൾ മഹാത്മാക്കളെ പരിഹസിക്കാൻ പാടില്ല. അങ്ങനെ ബ്രഹ്മാവിനെ പരിഹസിച്ചു ഈ 6 പേർ. പരിഹസിച്ചപ്പോഴാണ് ശാപം കൊടുത്തു, ഭൂമിയിൽ ജനിക്കണം മാത്രമേ ശാപം കിട്ടിയിട്ടുള്ളൂ. പിന്നെ ജീവിക്കണം പറഞ്ഞിട്ടില്ലേ. ഭൂമിയിൽ ജനിക്കണം എന്ന് കൊണ്ടതാണ് അവർ ജനിച്ച ഉടനെ കംസൻ തള്ളിക്കൊണ്ടു. ആ 6 കുട്ടികളും ബലിചക്രവർത്തി കൊട്ടാരത്തിൽ പാതാളത്തിലാണ്, സുതലലോകത്തിലാണ് താമസിക്കുന്നത് മനസ്സിലാക്കി ഭഗവാൻ സുതലലോകത്തിൽ ചെന്നു. സുതലലോകത്തിൽ ചെന്നപ്പോൾ ബലിചക്രവർത്തി കൊട്ടാരത്തിൽ കാവൽക്കാരൻ ആരാണ്? വാമന ഭഗവാനാണ്. വാമനം പറഞ്ഞാൽ തന്നെ നല്ല സുന്ദരൻ എന്നാണ് അർത്ഥം. പക്ഷേ കണ്ണൻ വന്നപ്പോൾ വാമനനെ മറന്നു. ശ്രീകൃഷ്ണ ഭഗവാന് ഗംഭീര പൂജയൊക്കെ ചെയ്തു ബലിചക്രവർത്തി. യദ്യപി ആസ്തേ ഭഗവാൻ സാക്ഷാത് ആസ്തേ ബലേസ്സദനെ ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ഭട്ടത്തിരി പറയുന്നത് പോലെ ഭഗവാന്റെ പല അവതാരങ്ങൾ ഉണ്ടായാലും കൃഷ്ണാവതാരം പോലെ ആവില്ല. ആ കൃഷ്ണൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ കൃഷ്ണനെ പൂജിച്ചു, ഉപദേശം തരണേ പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഉപദേശിക്കാനുള്ള സമയമില്ല, എന്ത് ഉപദേശമെങ്കിലും വാമനോട് ചോദിച്ചാൽ മതി, അത് പറഞ്ഞു തന്നോളും പറഞ്ഞ്
വലിച്ചു കരുതി കൊട്ടാരത്തിലിരുന്ന 6 കുട്ടികളെയും അമ്മയുടെ അടുത്ത് തിരിച്ചു കൊടുത്തു. ആ കുട്ടികളെ കണ്ടപ്പോൾ അമ്മയ്ക്ക് പാലും ഉണ്ടായി, അവർക്ക് മുലപ്പാലൊക്കെ കൊടുത്തു. അവർ ജനിച്ച ഉടനെ മരിച്ചത് നന്നായി എന്നാണ് അവിടെ സുഖാചാര്യൻ പറയുന്നത്. എന്താ കാരണം? പീതശേഷം ഗദാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധ ആത്മദർശനാ. പീതശേഷം ഗദാഭൃത, അവർ ജനിച്ച് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ കുടിച്ച ബാക്കി പാല് കൃഷ്ണൻ കുടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം അമ്മയുടെ മുലപ്പാൽ കണ്ണൻ കുടിച്ചു. കണ്ണൻ കുടിച്ച പ്രസാദമായ പാൽ ഇവർ കുടിച്ചില്ലേ? അപ്പോൾ എന്ത് കിട്ടിയാലും നമ്മൾ നേരിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല. അമ്മയ്ക്കോ ഭഗവാനൊക്കെ നേരിച്ച ശരീരമേ കഴിക്കാവൂ. നമ്മുടെ സമ്പ്രദായം അങ്ങനെയാണ്. അരി ആ വീട്ടിലുണ്ടായാലും ആദ്യം പുത്തരി പൂജന ആദ്യം അത് ഭഗവാനൊക്കെ സമർപ്പിക്കും. മാങ്ങ, ചക്ക എന്ത് വീട്ടിൽ ആദ്യം ഉണ്ടായാലും അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടേ, തേങ്ങയായിക്കോട്ടെ ഏതായാലും ഭഗവാനൊക്കെ സമർപ്പിച്ചിട്ടേ നമ്മൾ സ്വീകരിക്കാവൂ. അപ്പോൾ എന്താവും? അത് പ്രസാദമായി തീരും. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലേ ഇവിടെയും ഉണ്ടാക്കുന്നത്? അല്ലേ ഇവിടെ കഴിക്കാൻ എന്താ കാരണം? ഇത് അവിടെ വീട്ടിൽ കഴിച്ചാൽ ചോറാണ്, ഇവിടെ കഴിച്ചാൽ പ്രസാദമാണ്. എന്താ കാരണം? ഇവിടെ കണ്ടല്ലോ, അവിടെ ഭഗവാനൊക്കെ സമർപ്പിക്കുന്നുണ്ട്. അമ്മയ്ക്ക് കാണിച്ചിട്ട് നിവേദ്യം എന്നാണ് വരാം. അതിനുവേണ്ടി എത്ര ആളുകൾ അവിടെ ശ്രമിക്കുന്നു. ഞാൻ കണ്ടു, ഒരു 50 അമ്മമാർ ഇങ്ങനെ കഷ്ണം നിർത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഉള്ളിൽ പ്രധാനമായ പല ആളുകൾ, എല്ലാവരും ഒരു 100 പേർ ഒരു ശ്രമിക്കുമ്പോൾ മാത്രമേ 1000 ആളുകൾക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഇവിടെ വരുമ്പോൾ പ്രസാദമായി കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം. അതുകൊണ്ടാണ് പീതശേഷം ഗദാഭൃത പീത്വാ അമൃതം പയസ്തസ്യാഹ പീതശേഷം ഗദാഭൃത എന്നാണ് സുഖാചാര്യൻ ഇവിടെ എടുത്തു പറയുന്നു. പീത്വാ അമൃതം പയ, ഭഗവാൻ കുടിച്ച ശേഷമായ പാല് കുടിച്ചപ്പോൾ ഗുണം എന്താണ്? നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധ ആത്മദർശനാഹ, അവർക്ക് ജ്ഞാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അവർക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം സുഭദ്രാ വിവാഹം ഇവിടെ വർണ്ണിക്കുന്നു. സുഭദ്ര പറഞ്ഞാൽ അർത്ഥം, ഭദ്രം പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം. സുഭദ്ര പറഞ്ഞാൽ അർത്ഥം കൂടുതൽ നന്മ ചെയ്യുന്നത് എന്താണ്? ജ്ഞാനമാണ്. അപ്പം ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സന്യാസിയാവണം. അതുകൊണ്ടാണ് സുഭദ്രയെ കല്യാണം കഴിക്കണം പറഞ്ഞപ്പോൾ കണ്ണൻ അർജുനോട് പറഞ്ഞു, സന്യാസി വേഷം കെട്ടിക്കോളൂ. സന്യാസി വേഷം കെട്ടിച്ചാൽ മാത്രം പോരാ, ഭഗവാന്റെ അനുഗ്രഹം കൂടി വരും. വെറുതെ സന്യാസം കെട്ടിയവർക്ക് ജ്ഞാനം കിട്ടിയോ ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുമോ സംശയം. കാരണം അത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഭഗവാന്റെ അനുഗ്രഹവും പിന്നെ സന്യാസി വേഷം കെട്ടിയപ്പോഴാണ് സുഭദ്ര കിട്ടി. പറഞ്ഞാൽ സുഭദ്രയാവുന്ന ജ്ഞാനം വേണമെങ്കിൽ ചിലപ്പോൾ സന്യാസിയാവണം, ഭഗവാന്റെ അനുഗ്രഹം കൂടി വേണം. അതാണ് അതിൻ്റെ താത്പര്യം. പിന്നെ സുദാമാവിനെപ്പോലെ തുല്യ ഭക്തിയും കർമ്മശ്രദ്ധയോട് ജീവിച്ച ഒരു മഹാത്മാവാണ് ശ്രുതദേവൻ. പഠിച്ചത് തന്നെ വേദം സുദാമാവിനെപ്പോലെ തന്നെയാണ്. അദ്ദേഹത്തിനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ തീരുമാനിച്ചു. അദ്ദേഹം ഭഗവാനെ മനസ്സുകൊണ്ട് വിളിച്ചു, ഭഗവാനെ എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ വീട്ടിലേക്ക് വരണേ. അതേപോലെ വിദേശ രാജാവ് അയാളും ഭഗവാനെ വിളിക്കുന്നു, ഭഗവാനെ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണേ. അപ്പോൾ ഭഗവാൻ ചെയ്തു, അവരെ കാണാൻ പുറപ്പെട്ടു. സാധാരണ എവിടെ പോയാലും ചിലപ്പോൾ ഉദ്ധവൻ സാത്വികയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഭാര്യമാരെ വിളിച്ചു കൊണ്ടുപോകും. ഇവിടെ പോകുമ്പോൾ ഭാര്യമാരെ വിളിച്ചു കൊണ്ടുപോയിട്ടില്ലേ, ഇവിടെ മഹർഷിമാരെ വിളിച്ചു കൊണ്ടുപോയി. ദ്വൈപായനോ ഭരദ്വാജ സുമന്ത്രമോചിത വശിഷ്ഠശ്ചവണക്കൺവോ മൈത്രേയ കവടസ്ഥിത, അങ്ങനെ പല ഋഷീശ്വരന്മാരുടെ പേര് പറയുമ്പോൾ കഥ പറയുന്ന സുഖാചാര്യൻ പറയുന്നു, അഹം ബൃഹസ്പതി കൺവഹ. അപ്പോൾ ജ്ഞാനം ഉണ്ടായിരുന്നു. സുഖാചാര്യൻ അവരുടെ ഒപ്പം ചെന്നു. അവിടെ ചെന്നപ്പോൾ ഭഗവാനക്ക് ധർമ്മസങ്കടമായി. എന്താ ധർമ്മസങ്കടം? ഒരേ സമയത്തിൽ ബ്രാഹ്മണൻ വിളിച്ചു, എൻ്റെ ഇല്ലത്തിലേക്ക് വരണം. അതേ സമയത്ത് രാജാവ് വിളിച്ചു, എൻ്റെ കൊട്ടാരത്തിലേക്ക് വരണം. ഭഗവാൻ ആദ്യം ബ്രാഹ്മണൻ്റെ ഇല്ലത്തിന് പോയാൽ രാജാവ് വിചാരിക്കും, എന്തായാലും ബ്രാഹ്മണനല്ലേ, കൂടുതൽ ആളല്ലേ, അതുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് പോയി വിചാരിക്കും. ശരി, വേണ്ട, ഇല്ലത്തിന് പോകേണ്ട, ആദ്യം കൊട്ടാരത്തിലേക്ക് പോയാൽ ബ്രാഹ്മണൻ വിചാരിക്കും, ഭഗവാൻ അയാൾ പൈസ ഉള്ളവർക്കാണ് ആദ്യം അനുഗ്രഹിക്കുന്നു, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഭഗവാനക്ക് ധർമ്മസങ്കടമായി. അപ്പോൾ എന്ത് ചെയ്തു? 2 രൂപം സ്വീകരിച്ചു. ഒരേ കൃഷ്ണൻ 2 രൂപം സ്വീകരിച്ച്, ഒരു കൃഷ്ണൻ ആ രാജാവിൻ്റെ ഒപ്പവും വേറെ കൃഷ്ണൻ ബ്രാഹ്മണൻ്റെ ഒപ്പം പോകുന്നു.
ഇപ്പോൾ ഒപ്പം പോയ മഹർഷിമാർക്ക് സങ്കടം, എവിടെയാണ് പോകേണ്ടത്, ഏത് കൃഷ്ണനാണ് ഒറിജിനൽ. അവർ മഹർഷിമാർ തപസ്സുള്ളവരല്ലേ, അവർ 2 രൂപം സ്വീകരിച്ചു, 2 ശുഗൻ 2 മൈത്രേയൻ എല്ലാം 2 രൂപം സ്വീകരിച്ച് ഒരു ഗ്രൂപ്പ് സുതദേവൻ്റെ ഇല്ലത്തിലേക്കും വേറെ ഗ്രൂപ്പ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കും ചെന്നു. അവിടെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഉപദേശമൊക്കെ ചെയ്തു. ഇപ്പോൾ സുതദേവൻ്റെ ഇല്ലത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സദ്യ ഒന്നും കൊടുക്കാൻ പറ്റാതായി. അദ്ദേഹം കുറച്ച് സപര്യ സത്വവിവർദ്ധനാന്തസ കുറച്ച് കിഴങ്ങുകളുണ്ടല്ലോ, മധുര കിഴങ്ങ്, അത് പിന്നെ കദളിപ്പഴം, ഇതൊക്കെ കൊടുത്തു. ഇവിടെ സുഖാചാര്യൻ പറഞ്ഞു, അങ്ങനെ ഈ സുതദേവൻ്റെ ഇല്ലത്ത് കഴിച്ച ഭക്ഷണമാണ് നല്ല സാത്വിക ഗുണം ഞങ്ങളെ വർദ്ധിപ്പിച്ചു. ഇതാ കാരണം ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ബുദ്ധി മാറുന്നത്. ചിലപ്പോൾ നമ്മുടെ ബുദ്ധി മാറാൻ കാരണം ഒരേപോലെ ബുദ്ധി ഇരിക്കുന്നില്ലേ, സാത്വികമായ ഫുഡ് കഴിക്കണം. അതുകൊണ്ടാണ് കൂടുതൽ ഈ വെളുത്തുള്ളി ഉള്ളിയൊക്കെ കഴിക്കാൻ പാടില്ല പറയാൻ കാരണം അതൊക്കെ രജോ ഗുണ തമോ ഗുണമാണ്. അതുകൊണ്ട് കാമകോപങ്ങൾ കൂടുതൽ വർദ്ധിക്കും. അതുകൊണ്ടാണ് സാത്വികമായ ആഹാരം കഴിക്കണം പറയുന്ന മഹാത്മാക്കൾ. അപ്പോൾ ഇവിടെ സുതദേവൻ്റെ ഇല്ലത്ത് കഴിച്ചപ്പോൾ നല്ല സാത്വികമായ ഫുഡായിരുന്നു എന്നാണ് സുഖാചാര്യരുടെ പറയുന്നു. അവിടെ ശ്രുതദേവനക്ക് ഭഗവാൻ ശ്രുതിഗീത പറയുന്ന അടുത്ത അധ്യായത്തിൽ പറയുന്ന ശ്രുതിഗീതയുടെ വിഷയങ്ങളൊക്കെ ഉപദേശം കൊടുത്തു. ശ്രുതിഗീതയുടെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ പല വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ട വിഷയം വ്യസനസതാൻവിതാസമവഹായ ഗുരോശ്ചരണം വണിജൈവാജസന്തി അകൃതകർണധരാജലധവും വ്യസനസതാൻവിതാഹ. കൂടുതൽ വ്യസനങ്ങൾ കൊണ്ട് ദുഃഖിക്കുന്ന നമുക്ക് ഗുരുചരണത്തെ ആശ്രയിച്ചാൽ മതി. സമവഹായ ഗുരോശ്ചരണം. എങ്ങനെയാണ് കടലിൽ ഇരിക്കുന്നവർ ഒരു ബോട്ട് കപ്പൽ കിട്ടിയാൽ എങ്ങനെ രക്ഷപ്പെടുമോ, അതുപോലെ സംസാര കടലിൽ ദുഃഖസാഗരത്തിൽ മുങ്ങിയവർക്ക് ഗുരുചരണത്തെ ആശ്രയിച്ചാൽ മതി എന്നാണ് അവർ ഉപദേശിക്കുന്നത്. പിന്നെ വൃക്കാസുരൻ പേരുള്ള ഒരു അസുരൻ്റെ കഥ വർണ്ണിക്കുന്നു. വൃക്കാസുരൻ പറഞ്ഞാൽ ഭസ്മാസുരൻ പറയും. ഈ വൃക്കാസുരൻ നാരദനോട് ചോദിച്ചു, പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ദേവൻ ആരാണ് ചോദിച്ചു. പെട്ടെന്ന് അനുഗ്രഹിക്കുന്ന ദേവൻ മഹാദേവനാണ്. ഉടനെ കേദാരക്ഷേത്രത്തിൽ സ്വന്തം മാംസം മുറിച്ച് ഹോമിച്ച് 7 ദിവസം ഹോമിച്ചപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. വൃക്കാസുരനോട് പറഞ്ഞു, വൃക്കാസുര, എന്നെ സന്തോഷിപ്പിക്കാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലേ. ഏകഞ്ച ബിൽവം സലിലഞ്ച കിഞ്ചിത് സമർപ്പിതം ശങ്കരമുഗ്നിഭക്ത്യ അമന്ത്രകം വാപി സമന്ത്രകം വാ ശിവ സവംശകോട്യാ ശിവലോകമേതി. ഏകഞ്ച ബിൽവം. മഹാദേവനെ സന്തോഷിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കൂവളതലം എടുത്ത് ഒന്ന് ഗിണ്ടിയിലും വെള്ളത്തിൽ മുക്കി ശിവൻ്റെ ശിരസിൽ നമശിവായ വെച്ചാൽ മതി. നമശിവായ കൂടെ പറയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നു. ഏകഞ്ച ബിൽവം സലിലഞ്ച കിഞ്ചിത്. ഉത്തര ഭാരതത്തിലൊക്കെ ഒരു നോക്കിയാൽ എല്ലാ അമ്പലത്തിലും എല്ലാവരും പോകാറില്ലേ, ഇതുപോലെ പോകാൻ പറ്റില്ല. അവിടെ എല്ലാവർക്കും പോകാം. അവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വയ്ക്കും, അത് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. വെറുതെ എല്ലാവരും കുറച്ച് പാത്രം വെള്ളം പിടിച്ച് അതിൽ ഒഴിക്കും. അങ്ങനെ ധാര വളരെ ഇഷ്ടമല്ലേ. ധാരയായിട്ട് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു തുളി വെള്ളം ഒഴിച്ചാൽ മതി. ഏകഞ്ച ബിൽവം സലിലഞ്ച കിഞ്ചിത്. അത് നമശിവായ പറഞ്ഞു വെച്ചാൽ ഇല്ലെങ്കിൽ നമശിവായ പറയാതെ വെറുതെ വെച്ചാലും കുഴപ്പമില്ല. സവംശകോട്യ. അവരുടെ വംശത്തിൽ 1 കോടി പേർക്ക് ശിവലോകം കിട്ടും. സവംശകോട്യ ശിവലോകമേതി. അത്ര എളുപ്പത്തിൽ എന്നെ സന്തോഷിപ്പിക്കാം, ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലേ. വൃക്കാസുരനൊക്കെ എന്താണ് വേണം. മഹാദേവൻ പാർവതിയോട് വന്ന് ചോദിച്ചപ്പോൾ ഈ വൃക്കാസുരനൊക്കെ എന്താ വരം വാങ്ങണം ഒരു നിശ്ചയമില്ല. പെട്ടെന്ന് പാർവതിയെ കണ്ടപ്പോൾ തോന്നി, ഈ പാർവതിയെ കൊണ്ടുപോകാം, തട്ടിക്കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. മഹാദേവനോട് ചോദിച്ചു, എൻ്റെ കൈ കൊണ്ട് ആരുടെ ശിരസിൽ ഞാൻ കൈവയ്ക്കുമോ അവരുടെ തല പൊട്ടിത്തെറിക്കണം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇത് ബുദ്ധിമുട്ടുള്ള വരമാണ്. ചിലപ്പോൾ നിനക്ക് തന്നെ പേന് കടിക്കുന്ന സമയത്ത് ഇങ്ങനെ ചൊറിഞ്ഞാൽ നിൻ്റെ തല തന്നെ പൊട്ടും, സൂക്ഷിക്കണം പറഞ്ഞു. സാധാരണ നമ്മളൊക്കെ എന്ത് ചെയ്യും, ആളുടെ കൈ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചാൽ അവർ നന്നായി വരണം, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. ഇയാൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ മഹാദേവൻ ചിരിച്ചു എന്നാണ് പറഞ്ഞത്. ഓമിതി പ്രഹസംസ്തസ്മൈ. പാമ്പുക്ക് പാല് കൊടുക്കുന്നത് പോലെ കൊടുത്തു. പാമ്പുക്ക് പാല് കൊടുത്താലും അവസാനം അത് വിഷമേ കൊടുക്കുള്ളൂ. അതുപോലെ ഇവനിങ്ങനെ വരം മേടിച്ചത് കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ പാർവതി ദേവി അപ്രത്യക്ഷമായി. വരം കിട്ടിയ ഉടൻ തന്നെ മഹാദേവനെ വിളിച്ചു. മഹാദേവ ഇവിടെ വരൂ, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ നിൻ്റെ തല പൊട്ടുന്നുണ്ടോ.
മഹാദേവനോട് ചോദിച്ച് പരീക്ഷിക്കേണ്ട ആവശ്യമില്ലേ, നീ എൻ്റെ ഇതിൽ കഴിച്ചാൽ എൻ്റെ തല പൊട്ടും, പിന്നെ പാർവതി നോക്കാൻ ആളില്ലാതാവും, പാർവതിയെ ഞാൻ നോക്കിക്കൊള്ളാം, നിങ്ങളിവിടെ വരും എന്ന് പറഞ്ഞ് മഹാദേവൻ്റെ അടുത്ത് വന്നപ്പോൾ മഹാദേവൻ ഓടി. മഹാദേവൻ ഒരു ലീലയാടാൻ വിചാരിച്ചു, വേണമെങ്കിൽ മൂന്നാമത്തെ തൃക്കണ്ട് തുറക്കാമായിരുന്നു. അദ്ദേഹം ഓടുന്നു, പുറകിൽ വൃക്കാസുരൻ കൈ നീട്ടിങ്ങനെ പുറകിൽ പറഞ്ഞു. ഈ സമയത്താണ് ദേവന്മാർ മഹാവിഷ്ണുവോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ഒരു വാമനൻ്റെ വേഷം കെട്ടി അവിടെ വന്നു. വൃക്കാസുരനെ വിളിച്ചു ചോദിച്ചു, എങ്ങോട്ട് ഓടുന്നു? മഹാദേവനോട് വരം മേടിച്ചു, അത് പരീക്ഷിക്കാൻ വേണ്ടി പോകുന്നു. പരീക്ഷിക്കാനോ അടുത്തോടെ തല നോക്കണോ? സ്വന്തം തലയിൽ കൈ വെച്ച് നോക്കിക്കൂടെ? തല പൊട്ടിയാലോ? പൊട്ടില്ല, അതിലെ പേടിച്ച് ഓടുന്നു. ഭഗവാന്റെ വാർത്തയുടെ വാക്ക് പളിക്കുന്നില്ലേ, അതുകൊണ്ടല്ലേ പേടിച്ച് ഓടുന്നു. അതാണോ? സാധാരണ നമ്മൾ പടക്കം വയ്ക്കുമ്പോൾ തീ കൊളുത്ത അങ്ങനെ ശബ്ദം കേൾക്കുള്ളൂ. അതുപോലെ ഇവിടെ വെച്ച് നോക്കൂ, ശബ്ദം കേട്ടാൽ നിർത്തിക്കോളൂ, ഇല്ലെങ്കിൽ എടുത്തോളൂ. ഇങ്ങനെ വെച്ച് നോക്കിക്കോളൂ പറഞ്ഞപ്പോൾ അറിയാതെ ഇങ്ങനെ വെച്ച് പോയി ശബ്ദം കേട്ടു. വൃക്കാസുരൻ്റെ തല പൊട്ടി. എന്താ കാരണം? തമിഴിൽ പറയും മണമ്പോൾ മാംഗല്യം എന്നവർ പറയാറുണ്ട്. നമ്മുടെ മനസ്സ് എങ്ങനെയാണോ അതുപോലെയേ നമുക്ക് ഫലം കിട്ടുള്ളൂ. എല്ലാവരും നന്നാവണം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നന്നാവും, അടുത്തവർ നശിപ്പിക്കണം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നശിക്കും. അതാണ് വൃക്കാസുരൻ്റെ കഥയിൽ പാഠം. വൃക്കാസുരൻ നാരദനെ കണ്ടു. എങ്ങനെ ഉള്ള ധ്രുവൻ പ്രഹ്ലാദനെ നല്ല മഹാത്മാക്കളെ വളർത്തിയെടുത്ത നാരദനെ കണ്ടിട്ടും കേദാരക്ഷേത്രം വരെ ചെന്നു. കേദാര ശിഖരം ദൃഷ്ട പുനർജന്മന വിദ്യത്തെ പറയുന്നു. കേദാരം പോകണ്ട, അതിൻ്റെ ശിഖരം കണ്ടാൽ തന്നെ മോക്ഷം പറയുന്നുണ്ട്. കേദാര ശിഖരത്തിലും ചെന്നു, മഹാദേവനെ കണ്ടു, പാർവതിദേവിയെ കണ്ടു, പിന്നെ വാമന ഭഗവാനെ കണ്ടു. അവസാനം ഒരു പിടി ചാരമായി. എന്താ കാരണം? ലക്ഷ്യബോധം വേണം. നമ്മുടെ ജീവിതത്തിൽ നല്ല ലക്ഷ്യ ഉദ്ദേശം, നല്ല ജീവിത ലക്ഷ്യം വേണം. അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. അതാണ് ഈ കഥയുടെ സാരം. ഇത് കേൾക്കുന്നവർക്കും സംസാരത്തിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വിമോചനം ഉണ്ടാവും പറഞ്ഞു. പിന്നെ അപരാധം ചെയ്താലും അനുഗ്രഹിക്കുന്ന ദേവനാണ് അത് ഗുരുവായൂരപ്പൻ. അത് പരീക്ഷിക്കാൻ വേണ്ടി ഭൃഗു മഹർഷി പോയി. ആദ്യം ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ കാലിലിട്ടിങ്ങനെ ഒരു നമസ്കാരം പോലും പറയാതെ അങ്ങനെ എണ്ണപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യമുണ്ടായി. പക്ഷേ അത് അടക്കി വെച്ചു. പിന്നെ മഹാദേവൻ്റെ അടുത്ത് ചെന്നപ്പോൾ മഹാദേവൻ ആളിങ്ങനെ ചെയ്യാൻ വന്നപ്പോൾ നീ ശുദ്ധമില്ലേ എന്നെ തുടർന്ന് പറഞ്ഞു. അപ്പോൾ മഹാദേവനും ശൂലം കൊണ്ട് കുത്താൻ പുറപ്പെട്ടു. അപ്പോൾ പാർവതി പറഞ്ഞു, ഭൃഗു മഹർഷി പരീക്ഷിക്കാൻ വന്നതാണ്, അത് ആദ്യം പറയണ്ടേ? ആദ്യം വന്നാൽ പിന്നെ അത് പരീക്ഷയാവുമോ? ഇന്നത്തെ കാലം ആദ്യം ക്വസ്റ്റ്യൻ ഒക്കെ പുറത്തു വിടരുത്. പിന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്നപ്പോൾ പരീക്ഷണം കൂടുതലായി. മഹാവിഷ്ണുവിനെ കണ്ണടച്ച് യോഗനിക്കലിരിക്കുമ്പോഴാണ് മാരെടുത്ത് ചവിട്ട് കൊടുത്തു ഭൃഗു മഹർഷി. അതാണ് ഭഗവാന്റെ മാരിടത്ത് ശ്രീവത്സം. ശ്രീവത്സം എന്നതിനർത്ഥം ഭൃഗു മഹർഷി എന്നർത്ഥം. ശ്രീ പറഞ്ഞാൽ മഹാലക്ഷ്മി, വത്സ പറഞ്ഞാൽ പെൺകുട്ടി. ശ്രീദേവി ഈ ഭൃഗു മഹർഷിക്ക് പെൺകുട്ടിയായി ജനിച്ചതുകൊണ്ടാണ് ശ്രീവത്സൻ അദ്ദേഹത്തിൻ്റെ പേര്. ഭൃഗു മഹർഷിയുടെ പേരാണ്. അദ്ദേഹം ചവിട്ടിയ ഒരു കാൽപ്പാടാണ് ശ്രീവത്സ വക്ഷസം എന്ന് നമുക്ക് ഭഗവാന്റെ മാരടുത്ത് ഒരു മറുകായി ഭഗവാൻ സ്വീകരിച്ചു. അപ്പോഴാണ് ഭഗവാൻ ഭൃഗു മഹർഷിയെ കാല് തലോടി കൊടുത്തു. പറയാൻ എന്താ കാരണം? എൻ്റെ കഠിനമായ മാരടുത്ത് ചവിട്ടി നിങ്ങളുടെ കാല് വേദനിക്കുന്നുണ്ടോ ചോദിച്ചപ്പോഴാണ് ഭൃഗു മഹർഷി കണ്ണുനീർ ഒഴിച്ചു. പിന്നെ പ്രാർത്ഥിച്ചു, ക്ഷമിക്കണേ. ഇതുകൊണ്ട് മനസ്സിലാവുന്നത് എന്താ? ഇതിനുകൊണ്ട് മനസ്സിലാവുന്നത് അപരാധം ചെയ്താലും അനുഗ്രഹിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് അപരാധം ചെയ്യുന്നു വിചാരിക്കേണ്ട. അപരാധം ചെയ്താൽ പോലും അനുഗ്രഹിച്ചാൽ, പിന്നെ പ്രേമത്തോട് പൂജിച്ചാൽ, പ്രേമത്തൊട്ടൊന്ന് വിളിച്ചെന്നാകിൽ ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും ഭക്തന്മാർ പാടുന്നു. അങ്ങനെ ഭഗവാന്റെ പെരുമ ഭൃഗു മഹർഷി പാടിക്കൊടുത്തു. പിന്നെ സന്താന ഗോപാലോപാഖ്യാനം വർണ്ണിക്കുന്നു. ദ്വാരകയിൽ ഒരു ബ്രാഹ്മണൻ്റെ കുട്ടികൾ ജനിച്ച് ഉടൻ തന്നെ മരിച്ചു പോകുന്നു. ആ ബ്രാഹ്മണന് സങ്കടം പറഞ്ഞപ്പോഴാണ് അർജുനൻ പറഞ്ഞു, ബ്രാഹ്മണ സങ്കടപ്പെടേണ്ട, ഞാൻ രക്ഷിച്ചോളാം. ഇവിടെ ഇരിക്കുന്നവർക്ക് ക്ഷത്രിയന്മാരില്ലേ, ഇവരൊക്കെ യാദവന്മാരാണ്, ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. ബ്രാഹ്മണൻ മിടുക്കനാണ്. ഭഗവാൻ പോലും ഇത് ശരിയാക്കി തന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യും? ഞാൻ മഹാദേവനെ ഉപാസിച്ച ആളാണ്, വീര്യം ത്രയംബക ദോഷണം ഒക്കെ പറഞ്ഞ് ഞാൻ രക്ഷിച്ചോളാം പറഞ്ഞു.
പ്രസവ സമയത്ത് വിളിച്ചാൽ മതി പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ്റെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് അർജുനനെ വിളിച്ചു. അർജുനൻ അസ്ത്രം കൊണ്ട് ശരകൂടം തന്നെ ഒരു കുടിൽ ഉണ്ടാക്കി അതിൽ പ്രസവം ആദ്യം ആ ബ്രാഹ്മണ സ്ത്രീ കരയുന്നതും പിന്നെ കുട്ടി കരയുന്നതും കേട്ടു. പിന്നെ വീണ്ടും ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് വന്നു. സാധാരണ കുട്ടി മരിച്ച് അതിൻ്റെ ശവശരീരമെങ്കിലും ഉണ്ടാവാം. ഇവിടെ അർജുനൻ രക്ഷിക്കാൻ വന്നപ്പോൾ എന്താ കേമത്വം? ശരീരം പോലും ഇല്ലേ. സശരീരോ വിഹായസ, ശരീരത്തോടെ ആകാശത്തേക്ക് പോയി പറഞ്ഞപ്പോഴാണ് ഈ അർജുനൻ എല്ലാ ദിക്കിലും അന്വേഷിച്ചു. യമലോകം, ഇന്ദ്രലോകം, വർണ്ണലോകം, വായുലോകം, എവിടെ നോക്കിയിട്ടും ബ്രാഹ്മണൻ്റെ കുട്ടി കിട്ടാതായപ്പോൾ ശപഥം ചെയ്തിരുന്നു, കുട്ടിയെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യാം. അങ്ങനെ അഗ്നിയിൽ ചാടാൻ പുറപ്പെട്ടപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞു, ചാടല്ലേ ചാടല്ലേ അർജുന, ആ കുട്ടി എവിടെയാണ് എനിക്കറിയാം, നമുക്ക് പോകാൻ പറഞ്ഞത്. അർജുനനും കൃഷ്ണനും പുറപ്പെട്ടതായി ഇവിടെ വർണ്ണിക്കുന്നു. പക്ഷേ ഭക്തന്മാർ, തമിഴ്നാട്ടിൽ ഭക്തന്മാർ പാടുമ്പോൾ അർജുനൻ കൃഷ്ണൻ മാത്രമല്ലേ ബ്രാഹ്മണനെയും കൂടി വിളിച്ചുകൊണ്ട് പോയി എന്നാണ് പറയും. അങ്ങനെ പടിഞ്ഞാറ് വശം 7 ദ്വീപുകൾ, സപ്തദ്വീപാൻ സപ്തസിന്ധും സപ്തഗിരീനഥ ലോകാലോകം തഥാതീത്യ വിവേശസു മഹത്തമഃ. 7 ദ്വീപുകൾ, 7 മലകൾ, 7 കടലുകൾ കടന്ന് 7 ലോകവും കടന്ന് പിന്നെ കൂറാക്ക് ഉരുതിട്ട് കുതിരയ്ക്ക് പോകാൻ വെളിച്ചമില്ലാതായപ്പോൾ സുദർശനത്തെ പ്രയോഗം ചെയ്തു ഭഗവാൻ. തത് സൂര്യകോടി പ്രതിമം സുദർശനം സൂര്യൻ പ്രതാടിതാക്ഷോപിതേക്ഷിണി ഉഭേ. സുദർശനത്തിൻ്റെ വെളിച്ചം കൊണ്ട് അർജുനർക്ക് പോലും കാണാൻ പറ്റാതായി. അങ്ങനെ കൂറാക്കൂരിട്ടും കടന്ന് തമസസ്തു പാരേ. അപ്പുറം ചെന്നപ്പോൾ ദിവ്യ വൈകുണ്ഠ ലോകത്തിൽ അനന്താസനത്തിൽ 8 തൃകകളോട് ഭഗവാൻ ഇരിക്കുന്നു. ആ ബ്രാഹ്മണൻ്റെ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷ്ണനും അർജുനനും അവിടെ ഭഗവാനെ വീണ് നമസ്കരിക്കുന്നു. ചോദിച്ചു കൃഷ്ണൻ, ദ്വാരകയിൽ നിങ്ങളുടെ കുട്ടികൾ വന്നിട്ടുണ്ടോ? അപ്പോൾ വിഷ്ണു പറഞ്ഞു, മഹാവിഷ്ണു ഞാൻ തന്നെ കൊണ്ടുവന്നു. ദ്വിജാത്മജാമേ ഇവയോർദിദൃക്ഷുണ മയോപനീത ഭുവി ധർമ്മഗുപ്തയേ കലാവതീർണാവനിർഭരാസുരാൻ ഹത്വേഹഭൂയസ്വരേതമന്തിമേ ദ്വിജാത്മജാമേ ഇവയോർദിദൃക്ഷുണ. കൃഷ്ണ, നിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എൻ്റെ ഭാര്യ മഹാലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. കാരണം മഹാവിഷ്ണു മുത്തശ്ശനായി ഇരിക്കുന്നു, പ്രായമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മിയോട് കുറച്ച് ചായ വേണം, കാപ്പി വേണം ചോദിക്കുന്നു. അപ്പോൾ മഹാലക്ഷ്മി എന്ത് ചെയ്തു? 2 ഫ്ലാസ്ക് എടുത്ത്, ഒരു ഫ്ലാസ്കിൽ ചായയും ഒരു ഫ്ലാസ്കിൽ കാപ്പിയും അതിൽ വെച്ച് അവിടെ പാമ്പിൻ്റെ ആണെന്നുള്ള നിലയിൽ മാറ്റി വെച്ചു. വേണ്ട സമയത്ത് കുടിച്ചോളൂ, ഞാൻ ബൃന്ദാവനം പോവാം. മഹാലക്ഷ്മി ബൃന്ദാവനത്തിലേക്ക് പോകുന്നു. അപ്പോൾ മഹാവിഷ്ണു വെറുതെ ഇരിക്കുമ്പോൾ അവിടെ ബൃന്ദാവനത്തിൽ ഭഗവാൻ പല ലീലകളാടുന്നു. കാളിയനർത്തനം, രാസലീലമൊക്കെ. ഇതൊക്കെ വർണ്ണിച്ചപ്പോഴാണ്, മഹാലക്ഷ്മി വർണ്ണിച്ചപ്പോഴാണ് പരമവതനാഥനായ മഹാവിഷ്ണു തോന്നി, എനിക്കും ഒന്ന് കണ്ണ കാണണം. അപ്പോൾ എന്താ അതിനെ സൂത്രപ്പണി? ദ്വാരകയിൽ നിന്ന് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ എന്നാൽ എടുക്കാൻ പറ്റില്ലേ? അങ്ങനെ ഇവയോർ ദിദൃക്ഷണ ദ്വിജാത്മജാമേ, ഈ ബ്രാഹ്മണ കുട്ടികളെ ഞാനാണ് കൊണ്ടുവന്നു. ദ്വിജാത്മജാമേ ഇവയോർ ദിദൃക്ഷണ. ഇപ്പോൾ എനിക്ക് മനസ്സിലായി, കൃഷ്ണ നിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എനിക്ക് മതിയായിട്ടില്ല, വേഗം ലീലകളൊക്കെ ആടി തിരിച്ചു വരണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാവിഷ്ണു അല്ലേ കൃഷ്ണൻ പറഞ്ഞ ആൾ, മഹാവിഷ്ണു തന്നെ കൃഷ്ണൻ. എന്നാലും കൃഷ്ണനുക്ക് സൗന്ദര്യം കൂടുതലാണെന്ന് ഇവിടെ കാണിച്ചു തരണം. പിന്നെ മഹാവിഷ്ണുക്കാൾ സൗന്ദര്യം മാത്രമല്ലേ, കരുണയും കൂടുതലാണ്. ഭഗവാനോട്, ഗുരുവായൂരപ്പനോട് 1 ചോദിച്ചാൽ മതി, 10 തിരിച്ച് കിട്ടും. ഒരു ബ്രാഹ്മണ കുട്ടിയെ രക്ഷിക്കാനാണ് അർജുനൻ പറഞ്ഞു. ഇവിടെ ഭഗവാൻ ചെയ്തു 10 കുട്ടികളെയും തിരിച്ച് കൊടുത്തു. ഇപ്പോഴാണ് അർജുനർക്ക് മനസ്സിലായി, എല്ലാം എൻ്റെ കേമത്വം വിചാരിച്ചിരുന്നു. ഇപ്പോൾ മനസ്സിലായി, യത്കിഞ്ചിത് പൗരുഷം പുംസാം മേനേ കൃഷ്ണാനുകമ്പിതം. എനിക്ക് എന്തെങ്കിലും പൗരുഷമുണ്ടെങ്കിൽ അതൊക്കെ കണ്ണൻ്റെ കാരുണ്യമാണെന്ന് മനസ്സിലായി. അതിനുശേഷം കൃഷ്ണപത്നിമാരുടെ തന്നീഭാവത്തിൽ അവർ പാടിയ മഹിഷിഗീതവും പറഞ്ഞ്, പിന്നെ ഭാഗവതത്തിൻ്റെ കൃഷ്ണകഥയുടെ പെരുമ പറഞ്ഞുകൊണ്ടാണ് ദശമസ്കന്ധം അവസാനിക്കുന്നു. തീർത്ഥം ചക്രേ നൃപോണം യജനി യദുഷു സ്വസ്സരിത്പാദസൂചം വിദ്വിസ്നിഗ്ധാസ്വരൂപം യൈരജിതപരാസ്ഥൈര്യദക്ഷേന്യയത്നഃ യന്നാമാമംഗലഘ്നം ശ്രുതമഥഗതിതം യത്കൃതോ ഗോത്രധർമ്മഃ കൃഷ്ണസ്തേകന്ന ചിത്രം ക്ഷിതിപരഹരണം കാലചക്രായുധസ്യ തീർത്ഥം ചക്രേ നൃപോണം. തീർത്ഥം ഊണം ചക്രേ. കൃഷ്ണകഥ വന്ന ശേഷം തീർത്ഥങ്ങളുടെ മഹിമയൊക്കെ പറഞ്ഞു.
കാരണം തീർത്ഥങ്ങൾ പലതവണ സേവിച്ചാലേ ശുദ്ധമാക്കുള്ളൂ. കൃഷ്ണകഥ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ അവനെ ശുദ്ധമാക്കും. അല്ലെങ്കിൽ ഊണമായ തീർത്ഥങ്ങളുടെ പെരുമൊക്കെ കൃഷ്ണകഥ പാടുമ്പോൾ അതും ഊണം തീർത്ഥമാണ്. ഊണമായ തീർത്ഥമോ ക്ഷേത്രമോ അതിൻ്റെ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഭഗവാന്റെ കഥ ഭാഗവതം വായിച്ചാൽ മതി, അത് നേരാകും. അതാ തീർത്ഥം ചക്രേ നിഗോണം പറഞ്ഞുകൊണ്ട് ഇവിടെ ദശമസ്കന്ധം സമർപ്പിച്ചു. പിന്നെ ഏകാശസ്കന്ധത്തിൽ കഥകൾ കൂടുതലില്ല. ഇതുവരെ കഥയും കാര്യം പറഞ്ഞു വന്ന ശുകാചാര്യൻ ഇപ്പോൾ കാര്യം മാത്രം വന്നാൽ മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. ഒരു സങ്കടം വരുമ്പോൾ ഉപദേശിക്കുമ്പോൾ അത് സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് യാദവന്മാർക്ക് പോലും സങ്കടം വന്നു. ആദ്യത്തെ അധ്യായത്തിൽ ഏകാശസ്കന്ധത്തിൽ ഭഗവാന്റെ പുത്രനായ സാമ്പന് ഗർഭവതിയെപ്പോലെ വേഷം കട്ടിച്ച് മഹർഷിമാരോട് ചോദിച്ചു, ഇവൾ എന്ത് പ്രസവിക്കും? അപ്പോൾ മഹർഷിമാർ മനസ്സിലാക്കി ഭഗവാന്റെ സങ്കല്പം എന്താണെന്ന്. മുസലം കുലനാശനം, നിങ്ങളുടെ കുളത്തെ മുടിപ്പിക്കുന്ന ഒരു ഉളക്കയെ പ്രസവിക്കും. പിന്നെ വേഷം അഴിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ ഉളക്കൈ, ഇരുമ്പ് ഉളക്കയെ കണ്ടപ്പോൾ അവർ പേടിച്ച് ഉഗ്രസേനോട് പറഞ്ഞപ്പോൾ ഉഗ്രസേനൻ ബുദ്ധിയുള്ള ആൾ പോലെ ഭഗവാനോട് ചോദിക്കണ്ടേ, ഭഗവാനോട് ചോദിക്കാതെ അത് റാവി പൊടിയാക്കി നമ്മുടെ സമുദ്രത്തിൽ വേണ്ട പ്രഭാസ ക്ഷേത്രത്തിൽ സമുദ്രത്തിൽ മുക്കിക്കോളൂ പറഞ്ഞു, അവിടെ ഇട്ടോളൂ. അങ്ങനെ ഇരുമ്പ് കഷ്ണത്തിൽ റാവി ഇടുന്ന സമയത്ത് അവസാനം ഒരു കഷ്ണം ബാക്കി വന്നു. അത് വലിച്ചെറിഞ്ഞപ്പോൾ ഒരു മീൻ വിഴുങ്ങി ഒരു വേടൻ ആ മീൻ വെട്ടി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇരുമ്പ് കഷ്ണം സ്വന്തം ബാണത്തിൽ വച്ചു. അതുകൊണ്ടാണ് കന്നണ അടിക്കാൻ പോകുന്നു. ഇതൊക്കെ പണ്ടേ മനസ്സിലാക്കി ഭഗവാൻ. അതുകൊണ്ട് കാലരൂപി അന്വമോദത്തെ, കാലരൂപിയായി ഭഗവാൻ അത് സ്വീകരിച്ചു എന്നാണ് അവിടെ പറയുന്നു. ഈ സമയത്താണ് വസുദേവനക്ക് സങ്കടം വന്നപ്പോൾ നാരദൻ അവിടെ നാമം ജപിച്ചു വരുന്നു. നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോവിന്ദ ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, നാരായണ നാരായണ ജയ ജയ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ 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 ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ, ജയ ജയ ഗോപാല ഹരേ. നാമം ജപിച്ച് നാരദൻ വന്നു. ഇവിടെ ദ്വാരകയിൽ ശാപം വന്നത് ആദ്യത്തെ കഥ. രണ്ടാമത്തെ കഥയിൽ ശാപം ബാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഗോവിന്ദ ഭുജഗുപ്തായാം, ഗോവിന്ദ ഭുജഗുപ്തായാം, ഭഗവാന്റെ ഭുജം കൊണ്ട് രക്ഷപ്പെട്ട ഈ ദ്വാരകയിൽ നാരദൻ്റെ ശാപം വന്നില്ല. എന്താ കാരണം? ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ശാപം വരുള്ളൂ, വേണ്ട വിചാരിച്ചാൽ വരില്ല. അപ്പോൾ യാദവന്മാർ എല്ലാവരും ശാപം കൊണ്ട് നശിക്കണം പറഞ്ഞാൽ ഉദ്ധവൻ മരിച്ചിട്ടില്ലല്ലോ, അവനും യാദവനല്ലേ. എന്താ കാരണം? ഭഗവാൻ ഉദ്ധവനക്ക് വേണ്ട വച്ചു. അപ്പോൾ ശാപമോ താപമോ ഭഗവാൻ വിചാരിച്ചാലേ വരുള്ളൂ, വേണ്ട വെച്ചാൽ നിർത്തും. ഭഗവാന്റെ കാലരൂപിയല്ലേ. അതുകൊണ്ട് ഭഗവാൻ നാരദനക്ക് വേണ്ട വച്ചു. അപ്പം നാരദനോട് ചോദിച്ചു വസുദേവൻ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് പറയണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്മാരിതോ ഭഗവാനത്യേ ദേവോ നാരായണോമ, എപ്പോഴും നാരായണ നാരായണ ജപിച്ചിരുന്ന നാരദൻ കൃഷ്ണാവതാരം വന്ന ശേഷം പിന്നെ നാരായണനെ മറന്നു, കൃഷ്ണ ജപിക്കാൻ തുടങ്ങി. ഈ ഭാഗവത ധർമ്മത്തിൻ്റെ പെരുമ എന്താണ് അവിടെ പറയുന്നു? ശ്രുതോണു പഠിതോ ജാതഃ ആദൃതോ വാനുമോദിതഃ സദ്യപുനാതി സദ്ധർമ്മഃ ദേവ വിശ്വദ്രോപി. സാധാരണ ധർമ്മം കേട്ടാൽ പോരാ, കേട്ടതുപോലെ ചെയ്യണം. അപ്പം ഞാനിവിടെ ഉപദേശിക്കുമ്പോൾ എല്ലാവരും 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് നാമം ജപിക്കണം പറഞ്ഞാൽ അത് എല്ലാവർക്കും പറ്റില്ല. ഒരു കിട്ടുന്ന സമയത്തിൽ നാമം ജപിച്ചാൽ മതി പറഞ്ഞാൽ അത് കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും ജപിക്കാം.
സാധാരണ ധർമ്മം കേട്ടാൽ മാത്രം പോരാ, അതുപോലെ ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തണം, സന്ധ്യാസനത്തിൽ വിളക്ക് കൊളുത്തി നാമം ജപിക്കണം. ഇവിടെ ഭാഗവതധർമ്മം പറഞ്ഞാൽ ഇവിടെ ഭാഗവതം വായിക്കുമ്പോൾ ഇത് കേട്ടാൽ മതി, പിന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ശ്രുത പിന്നെ അണുപഠിത. ചില ഭാഗ്യമുള്ളവർ 1-2 പേർ ഇവിടെ പുസ്തകം വെച്ച് അണുപഠനം ചെയ്യുന്നുണ്ട്. അത് അണുപഠനം. അണുപഠിത പുസ്തകമുള്ളവർക്ക് നോക്കി വായിക്കാൻ പറ്റും, ഇല്ലാത്തവർ ഇങ്ങനെ വെറുതെ കണ്ണടച്ചിരിക്കും. ജാത പിന്നെ ആദൃത. ആദരവ് ചെയ്താൽ മതി. ആദൃത പറഞ്ഞാൽ സത്താനടക്കുന്നത് പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ വക 1000 രൂപ പിടിച്ചോളൂ, അന്നദാനത്തിലായിക്കോട്ടെ. ഇങ്ങനെ അന്നദാനത്തിനോ ഇല്ല നെയ് വിലക്കണോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഗണപതി ഹോമം പല കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഇതിനെ എന്തെങ്കിലും ആദരവ് ചെയ്താൽ മതി. ആദൃതോവ അനുമോദിത. നിങ്ങൾ അനുമോദനം ചെയ്താൽ മതി. ഭാര്യ ഭർത്താവോട് ചോദിക്കുന്നു, ഞാൻ അവിടെ ഗോത്ര ദേവീക്ഷേത്രത്തിൽ ദേവി ഭാഗവതം നടക്കുന്നുണ്ട്, ഞാൻ പോയിക്കോട്ടെ ചോദിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു പോയിക്കോളൂ പറയണം. അപ്പോൾ അനുമോദനം, ഭാര്യ കേൾക്കാൻ വേണ്ടി ഭർത്താവ് അനുമോദനം ചെയ്താൽ ഭാര്യ കേട്ടതിൻ്റെ ഗുണം ഭർത്താവിന് കിട്ടും. അനുമോദിത സദ്യപുണാതി സദ്ധർമ്മ ദേവവിശ്വദ്രുഹോഭി. ദേവവിശ്വദ്രുഹോഭി, എത്ര വലിയ ഭാവിയായാലും അവനെയും ശുദ്ധമാക്കുന്നതാണ് ഈ ഭാഗവതധർമ്മം. ഭാഗവതധർമ്മത്തിൻ്റെ പെരുമ എടുത്തു പറയുന്നു. ഈ ഭാഗവതധർമ്മം നവയോഗികൾ ഭഗവാന്റെ ഋഷഭദേവൻ്റെ പുത്രന്മാരായ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദുമിലൻ, ചമസൻ, കരഭാജനൻ, 9 പേർ. ഈ 9 പേരും ജനക മഹാരാജാവുടെ യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെ കണ്ടപ്പോൾ നമസ്കരിച്ചു രാജാവ്. സത്സംഗം എന്ത് കിട്ടിയാലും കിട്ടും, സത്സംഗം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഭഗവാനോട് പ്രാർത്ഥിക്കണം, സത്സംഗം തരണേ പ്രാർത്ഥിക്കണം. എന്താ കാരണം? ക്ഷണാർദ്ധോപി സത്സംഗസേവധിന. 1/2 മിനിറ്റ് സത്സംഗത്തിൽ പങ്കെടുത്താലും അവർക്കും നന്മ ഉണ്ടാകും. ഇവിടെ കവി എന്ന പേരുടെ മഹാത്മാ ഉപദേശിക്കുന്നു. 7 ശ്ലോകത്തിൽ ഉപദേശം. 700 ശ്ലോകം നമ്മൾ ഗീത 2 മണിക്കൂർ വായിച്ചില്ലേ? ഈ 700 ശ്ലോകം പഠിക്കേണ്ട ആവശ്യമില്ലേ? ഈ 700 ശ്ലോകത്തിൻ്റെ സാരം ചുരുക്കമായി 7 ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു. കായേന വാച മനസീന്ദ്രിയൈവ. അദ്ദേഹം ആരംഭിക്കുമ്പോൾ തന്നെ ഭയം ദ്വിതീയാപി നിവേശനസ്യ. ഭയം എന്തിനാ ഉണ്ടാവണം? നമ്മളെക്കാൾ വേറെ ഒന്നും ഉണ്ട് നോക്കുമ്പോഴാണ് അതെ കണ്ട് നമുക്ക് ഭയം തോന്നും. എല്ലാം ഭഗവാനായിട്ട് കാണുമ്പോൾ ഭയം പേടിക്കേണ്ട അവസ്ഥയെ, എല്ലാം നമ്മളായി കാണുമ്പോൾ. ആദ്യം അദ്ദേഹം ഗീതയിൽ പറഞ്ഞതുപോലെ കർമ്മയോഗം ഉപദേശിക്കുന്നു. ഈ ശ്ലോകം എല്ലാവർക്കും അറിയാം. കായേന വാച അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ കവി എന്ന പേരുള്ള യോഗീശ്വരൻ ഉപദേശിച്ചതാണ്. ഉപദേശിക്കുന്നത് കൊണ്ട് അത് നിയമമായിട്ട് പറയുന്നു. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സമർപ്പിക്കുന്നതായി പറയുന്നു. കായേന വാച മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാനുസൃതസ്വഭാവ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. ഇങ്ങനെ ചെയ്യണം പറയുന്നത് കൊണ്ടാണ് അത് ഭാഗവത്തിൽ ഇങ്ങനെ ഉപദേശിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് സമർപ്പയാമി എന്ന് പറയണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ ആദ്യം കർമ്മങ്ങളെ ചെയ്ത് ഭഗവാനൊക്കെ സമർപ്പിച്ച് കഴിയുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാമം ജപിക്കാൻ തോന്നും, ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തോന്നും. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേഹി ജന്മാണി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാണി തദർത്ഥകാനി ഗായൻ വിലച്ചോ വിചരേത സംഗഹ. ഇങ്ങനെ ഭഗവാൻ പിന്നെ നാമജപത്തിൽ ഒരു ഇഷ്ടം തോന്നും. ഭഗവാന്റെ കഥകളെ കേട്ട് ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണി ജന്മാണി കർമാണി ഭഗവാന്റെ ജന്മങ്ങളെയും കർമ്മങ്ങളെയും കേട്ട് പിന്നെ അനവർത്ഥം നാമം ജപിക്കും. അങ്ങനെ നാമം ജപിച്ച് ഒരു വ്രതമായി വെച്ച് കഴിഞ്ഞാൽ മതി. ഏവം വ്രത സ്വപ്രിയ നാമ കീർത്തിയ. ആർക്ക് എന്താണ് ഇഷ്ടം ആ നാമം ജപിച്ചു. ചിലർക്ക് നാരായണ ജപിക്കാൻ ഇഷ്ടമെങ്കിൽ നാരായണ ജപിച്ചോളൂ. ചില ആൾക്ക് വാസുദേവ ജപിക്കാൻ ഇഷ്ടമെങ്കിൽ വാസുദേവ 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 കൃഷ്ണ ദുഃഖം തീർത്ത് രക്ഷിക്കണേ വാസുദേവ കൃഷ്ണ. വാസുദേവ ഇഷ്ടമാണെങ്കിൽ വാസുദേവ ജപിച്ചോളൂ. നമശിവായ ഇഷ്ടമെങ്കിൽ നമശിവായ ജപിച്ചോളൂ. മുരുക, സുബ്രഹ്മണ്യ, ആർക്ക് ഏത് ദേവനാണ് ഇഷ്ടം ആ ദേവൻ്റെ നാമം കൂടുതൽ ജപിക്കണം. സ്വപ്രിയ നാമകീർത്തിയ. പ്രിയനായ ഭഗവാന്റെ നാമകീർത്തനം അങ്ങനെയും വയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമായ നാമകീർത്തനം സ്വപ്രിയ നാമകീർത്തിയ. അങ്ങനെ നാമം ജപിച്ച് കഴിയുമ്പോൾ എന്താകും? പിന്നെ ആ സാധനഭക്തിയിൽ നിന്നും നമുക്ക് പ്രേമഭക്തി ഉണ്ടാവും. ആ പ്രേമഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ ഖം വായുമഗ്നിം സലിലം മഹീഞ്ച ജ്യോതിം സത്വാണി ദിശോദ്രുമാദീൻ
സരിത് സമുദ്രാക്ഷ ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേതനന്യഃ. ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും ഭഗവാനെ കാണാനുള്ള ആ പ്രേമഭക്തി ഉണ്ടാവും. പ്രേമഭക്തൻ്റെ ലക്ഷണവും അതേപോലെ ജ്ഞാനിയുടെ ലക്ഷണം ഒരേപോലെയാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് തുഷ്ടികി പുഷ്ടികി ക്ഷുതപായോ അനുഭാസം, അതുപോലെയാണ് ഈ ഭഗവാന്റെ ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഈ ജ്ഞാനത്തിൽ നമ്മൾ എത്തിച്ചേരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കവി യോഗീശ്വരൻ നിർത്തി. അപ്പോൾ ഹരി എന്ന പേരുള്ള യോഗീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജ്ഞാനികളുടെ ഭക്തന്മാരുടെ ലക്ഷണം പറഞ്ഞപ്പോഴാണ് എല്ലാ ദിക്കിലും ഭഗവാനെ കാണുന്നവരാണ് ഭക്തന്മാർ. നാമദേവൻ പേരുള്ള ഭക്തൻ നാമം ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. ചപ്പാത്തിയും കൂട്ടാണ്, അതിനുവേണ്ടി കൂട്ടാണ് ദാൾ അത് കൊടുത്തു. അദ്ദേഹം ഒരു 10 മിനിറ്റ് കൂടി ജപിച്ചിട്ട് പിന്നെ കഴിക്കാൻ വിചാരിച്ച് നാമം ജപിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ ഒരു നായ വന്നു ആ ചപ്പാത്തി എടുത്ത് ഓടി. ചപ്പാത്തി എടുത്ത് ഓടിയാൽ നമ്മളെന്ത് ചെയ്യും? കല്ലെടുത്ത് പുറകിൽ ഓടും. അദ്ദേഹം ചെയ്തു, ഭഗവാനെ ചപ്പാത്തി മാത്രം എടുത്ത് പോകരുതേ, കൂട്ടാൻ കൂടി എടുത്തോളൂ പറഞ്ഞ് കൂട്ടാനും എടുത്ത് പുറകിൽ ഓടി. കൂട്ടാനും എടുത്ത് പുറകിൽ ഓടി ആ നായുടെ വായിൽ നിന്ന് ചപ്പാത്തി എടുത്ത് കൂട്ടാനിൽ മുക്കി നായുടെ വായിൽ കൊടുക്കുമ്പോൾ എന്തായി? അവിടെ നായ ഇല്ലേ, മകര കൊണ്ടുള്ള ധാരിയായി കിരീടധാരിയായി ഗുരുവായൂരപ്പൻ ആ വായ തുറന്ന് കാണിച്ചു. നായ വന്നു, പക്ഷേ ഇദ്ദേഹം ഭഗവാനായി കണ്ടപ്പോൾ നായുടെ അന്തര്യാമിയ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് സർവഭൂതേഷു യപ്പസ്യേത് ഭഗവദ്ഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമഃ എന്ന് ഭാഗവതോത്തമങ്ങളുടെ ലക്ഷണം ഇവിടെ പറയുന്നു. ഈ നവയോഗി ഉപാഖ്യാനമൊക്കെ ഇങ്ങനെ 10 മിനിറ്റിൽ പറയുന്ന കാര്യമല്ലേ. എൻ്റെ ഗുരുനാഥൻ ഭക്തന്മാരുടെ കഥയും ചേർത്ത് വന്നിട്ട് ഒരു ആഴ്ച പറഞ്ഞു, എന്നിട്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ സാധാരണ സപ്താഹത്തിൽ ഏകാസ്കന്ധം പറയാറില്ല ഗുരുനാഥൻ. എന്താ കാരണം? ഇത് പറഞ്ഞാൽ അവസാനിക്കില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് ഏകാസ്കന്ധം മാത്രം പ്രഭാഷണമായി ചെയ്യും. പിന്നെ മായയെക്കുറിച്ച് വർണ്ണിച്ചു. അന്തരീക്ഷൻ പേരുള്ള മഹാത്മാ. അപ്പോൾ മായയെ കടക്കാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോഴാണ് തസ്മാത് ഗുരും പ്രവൃത്തിയേക്ക്, ഗുരുനാഥനെ ആശ്രയിക്കണം, അവിടെ ഭാഗവതമൊക്കെ വായിക്കണം എന്നൊക്കെ ഉപദേശിച്ചു. പിന്നെ ഭഗവാന്റെ തത്വം എന്താണ്, നാരായണ തത്വം, നാരായണ സ്വരൂപം എന്താണെന്ന് ചോദിച്ചപ്പോൾ രൂപം എല്ലാവർക്കും അറിയാം. ചതുർഭുജ ശംഖചക്ര കഥാപത്മധാരിയായിട്ടുള്ള രൂപം. സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ്, ആത്മചൈതന്യമായി ഇരിക്കുന്നതാണ് നാരായണ സ്വരൂപം. നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാത്ത നമ്മളെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാം മറക്കുന്നു. നമ്മുടെ അടുത്തിരിക്കുന്ന പർസ് എടുത്ത് പോയതുപോലെ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റ് പറയും, എൻ്റെ പർസ് പോയതുപോലെ അറിഞ്ഞിട്ടില്ല, നന്നായിട്ട് ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. ഇത് എങ്ങനെ മനസ്സിലായി? അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ചൈതന്യമായിട്ട് ഉറങ്ങാത്ത ഭഗവാൻ അവിടെ ഇരിക്കുന്നു. അതുകൊണ്ടാണ് നന്നായിട്ട് ഉറങ്ങി നമ്മൾ തന്നെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മറക്കുന്ന എല്ലാ സാധനവും വീണ്ടും തിരിച്ചു കൊടുക്കണമല്ലോ. അത് വലിയ ഭാഗ്യം. മറന്നു പോയാൽ വീണ്ടും എഴുന്നേൽക്കുമ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടല്ലോ. അവരവർക്ക് അവരവരുടെ സാധനം തന്നെ കൃത്യമായി ഓർമ്മ വന്നിട്ടുണ്ട്. മാറിപ്പോയാലോ? എല്ലാം ഒരേ ചൈതന്യത്തിലേ എല്ലാം ലയിക്കുന്നു. മാറിപ്പോയാൽ പിന്നെ എൻ്റെ സ്മൃതികളൊക്കെ വേറെ ആൾ കൂടുതൽ വെച്ചാൽ പിന്നെ അയാൾ ഭാഗം വായിച്ചിട്ടുണ്ടാക്കും. വേറെ ആളുടെ സ്മൃതി എനിക്ക് കൊടുത്താൽ പിന്നെ ഞാൻ വേറെ എന്തോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയില്ല, അവരവരുടെ സ്മൃതി ശക്തികൾ എന്തൊക്കെയാണോ അതൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. അതാണ് ആത്മചൈതന്യം, അതാണ് നാരായണ സ്വരൂപം പറഞ്ഞത്. പിന്നെ കർമ്മയോഗത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. കർമ്മയോഗം 3 വിധമാണ്. കർമ്മ, വികർമ്മ, അകർമ്മ എന്നാണ് ആവിർഭോത്രം പറയുന്നു. വേദത്തിൽ എന്തൊക്കെ പറഞ്ഞതോ ഇതൊക്കെ ചെയ്യണം പറഞ്ഞുവോ. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, സത്യം വദ, ധർമ്മം ചര, ഇതൊക്കെ കർമ്മങ്ങളാണ്. വേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല പറഞ്ഞുവോ. അക്ഷയന്മാരീയ, ചൂതു കളിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അധർമ്മം, അത് വികർമ്മം എന്നാണ് പേര്. പിന്നെ കർമ്മങ്ങൾ എന്തിനാ ചോദിച്ചാൽ കർമ്മമോക്ഷായ കർമാണി വിദഗ്ധേ ഹിതം യഥാ. കർമ്മങ്ങൾ ഉപേക്ഷിക്കാൻ വേണ്ടിയാണ് കർമ്മങ്ങൾ ഉപദേശിച്ചിരിക്കുന്നത്. വൈദ്യൻ പറയുന്നു 3 ദിവസം ഈ ഗുളിക കഴിച്ചോളൂ. 3 ദിവസം ഗുളിക കഴിക്കുന്നത് എന്തിനാ? പണി വന്ന ഒരാൾ വൈദ്യനോട് ചോദിച്ചപ്പോൾ വൈദ്യൻ 3 ദിവസം മരുന്ന് കഴിക്കാൻ മറന്നു. ഈ മരുന്ന് ഗുളിക കഴിക്കുന്നത് എന്തിനാ? ഗുളിക കഴിക്കുന്നത് നിർത്താൻ വേണ്ടിയാണ്. അതുപോലെ കർമ്മം ചെയ്യുന്നത് നിർത്താൻ വേണ്ടിയാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യാതെ അകർമ്മത്തിൽ എത്താൻ വേണ്ടിയാണ് ഈ കർമ്മങ്ങളൊക്കെ എന്ന് പറയുന്നു. പിന്നെ ദ്രുമിലൻ പേരുള്ള മഹാത്മാ ഭഗവാന്റെ അവതാര കഥകൾ വർണ്ണിച്ചു. വിസ്തരിച്ച് നരനാരായണ അവതാരം വർണ്ണിക്കുന്നു. പിന്നെ ചമസൻ പേരുള്ള മഹാത്മാ
വെറുതെ കർമ്മം മാത്രം ചെയ്തിട്ട് കാര്യമില്ലേ, നമുക്ക് ചിത്തശുദ്ധിയാണ് പ്രധാനം എന്ന് പറയുന്നു. പിന്നെ കറഭാജൻ പേരുള്ള മഹാത്മാ പറയുന്നു നാമജപമാണ് പ്രധാനം കലിയുഗത്തിൽ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജയം സദാ പരിഭവഗ്നമഭീഷ്ടദോഹം. ആദ്യത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെയും രണ്ടാമത്തെ ശ്ലോകത്തിൽ ത്യക്വാ സുദുസ്ഥ്യജ സുരേപ്സിതരാജ്യലക്ഷ്മി എന്ന് തുടങ്ങി ഇവിടെ പറയുന്നു ധർമ്മിഷ്ഠ ആര്യവചസാ യദഗാദരണ്യം മായാമൃഗം ദൈതയേപ്സിതമന്വധാവത് വന്ദേ മഹാപുരുഷതേ ചരണാരവിന്ദം. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമചന്ദ്രപ്രഭുവിനെ നമസ്കരിക്കുന്നു. അതുകൊണ്ടാണ് ഇസ്കാൻ ഭക്തരൊക്കെ ഹരേ കൃഷ്ണാണ് ആദ്യം പറയും, ഹരേ കൃഷ്ണ പറയും, പിന്നെ ഹരേ രാമ പറയും. അങ്ങനെ പറയാൻ കാരണം ഇവിടെ ആദ്യം കൃഷ്ണനെ നമസ്കരിച്ച് പിന്നെയാണ് രാമനെ നമസ്കരിക്കുന്നു ശുക്രാചാര്യൻ. അതുകൊണ്ട് കലിയുഗത്തിൽ ഈ നാമജപം കൊണ്ട് നമുക്ക് എല്ലാം നേടാം. സർവസ്വാർത്ഥോഭിലഭ്യതേ, നാമജപം കൊണ്ട് എല്ലാം നമുക്ക് നേടാം പറയുന്നു. അതിനുശേഷം ഉദ്ധവനക്ക് ഭഗവാൻ ചെയ്യുന്ന ഉപദേശമാണ് അവധൂത ഗീത. ഉദ്ധവനക്ക് വൈകുമ്പോൾ ദത്താത്രേയൻ യദുമഹാരാജാവിന് ഉപദേശിച്ച 24 ഗുരുക്കന്മാരുടെ കഥ ഇവിടെ കഥ പറയാൻ പറ്റില്ല. ഗുരുക്കന്മാരുടെ ഉപദേശം 24 ഗുരു പറഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ 4 ഗുരുക്കന്മാർക്ക് തന്നെ ദക്ഷിണ കൊടുക്കാൻ പറ്റുന്നില്ല. 24 ഗുരുക്കന്മാർക്ക് എങ്ങനെ ദക്ഷിണ കൊടുക്കും? അപ്പോൾ ഇവിടെ പറയുന്നു 24 ഗുരുക്കൾ പറഞ്ഞാൽ ഇവിടെ ദക്ഷിണ മേടിക്കുന്ന ഗുരുക്കന്മാരില്ലേ. ലോകത്തിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുവോ അതിൽ നിന്നും എങ്ങനെ ആവണം എങ്ങനെ ആവരുത് ഇതൊക്കെ പഠിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും ക്ഷമ പഠിക്കുന്നു. വായുവിൽ നിന്നും എവിടെ സഞ്ചരിച്ചാലും അവിടുത്തെ സാധനം അവിടെ തന്നെ ഉപേക്ഷിക്കും. ഇപ്പം നല്ല മണമുള്ള പൂന്തോട്ടത്തിലിരിക്കുന്ന കാറ്റ് നല്ല പൂവാസനയായിരിക്കും. അഴുക്ക് വെള്ളത്തിൻ്റെ അടുത്ത് വീശുന്ന കാറ്റ് അവിടെ അഴുക്ക് ഒരു ദുർഗന്ധമായിരിക്കും. ഇവിടുത്തെ ദുർഗന്ധം അങ്ങോട്ടും അവിടുത്തെ സുഗന്ധം ഇങ്ങോട്ടും മാറി കൊണ്ടുപോകാറില്ല. അതുപോലെ എവിടെ ആരോട് സംസാരിച്ചാലും അവർ പറയുന്ന കാര്യം അവിടെ തന്നെ ഉപേക്ഷിക്കണം. അവർ പറഞ്ഞ കാര്യം അടുത്ത ആളോട് വേറെ സ്ത്രീയോട് ഈ വകയാൽ ഇങ്ങനെ പറഞ്ഞു മാറിയായി ഒന്നും പറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെ 25 പഞ്ചഭൂതങ്ങൾ ചെറിയ കുട്ടികളെ കണ്ട് പഠിക്കേണ്ടതാണ്. ചെറിയ കുട്ടികളെ നോക്കി രാജാവെ വിളിച്ചാലും ചിരിക്കും, കല്ല പറഞ്ഞാലും ചിരിക്കും. അവർക്ക് മാനാപമാനം ഇല്ലേ. അതുപോലെ നമ്മളും മാനാപമാനം നോക്കാതെ ജീവിക്കാൻ പഠിക്കണം. ഇങ്ങനെ 24 ഗുരുക്കന്മാരുടെ ഉപദേശം, അതിനുശേഷം സത്സംഗത്തിൻ്റെ പെരുമ, അതിനുശേഷമാണ് ഹംസാവതാരം. ജീവൻ്റെ സംസാരത്തെ ഹന്തി ജീവ സംസാരം ഇതി ഹംസഹ ആണ് ഹംസാവതാരത്തിൻ്റെ പേര്. ഹംസാവതാര നാമജപമാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും ശ്വസിക്കുന്നുണ്ടല്ലോ. എങ്ങനെ ശ്വസിക്കുന്നു? സഹ ഹം സഹ ഹം സഹ. ഹം ഉള്ളിൽ ശ്വാസം കളിക്കുന്നു, സഹ പറയുമ്പോൾ പുറത്തുവിടുന്നു. ഹം സഹ അത് നമ്മൾ അറിയാതെ ജപിച്ചു പോകുന്നു. ഉച്ഛ്വാസശ്ചൈവ നിശ്വാസ ഹംസയിത്യക്ഷരദ്വയം എന്നാണ് പറയുന്നത് മഹാത്മാക്കൾ. അപ്പോൾ ഹംസഹ എന്ന് പറയുന്നത് കൊണ്ടാണ് മഹാത്മാക്കൾ അത് മാറ്റി സോഹം സോഹം പറയുന്നത്. അങ്ങനെ നമ്മുടെ അന്തര്യാമിയായിരിക്കുന്ന ഹംസഭഗവാന്റെ ഉപദേശം. ഈ ഹംസപക്ഷി എന്ത് ചെയ്യുന്നു? പാലും വെള്ളവും ഒന്നിച്ച് വെച്ചാൽ പാൽ മാത്രം സ്വീകരിച്ച് വെള്ളം ഉപേക്ഷിക്കും. അതുപോലെ ഈ ശരീരത്തിൽ പ്രകൃതിയും പുരുഷനും ഉണ്ടെങ്കിലും പ്രകൃതിയെ ഞാനില്ല, പുരുഷനാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഉപദേശം. പിന്നെ വീണ്ടും ഭക്തി മാഹാത്മ്യം, അതിനുശേഷം അഷ്ടവിധമായ സിദ്ധികൾ പ്രാപിക്കാനുള്ള വഴി ഉപദേശിക്കുന്നു. പിന്നെ ഭഗവാന്റെ വിഭൂതി യോഗം, ലോകത്തിൽ എന്ത് കണ്ടാലും അത് ഭഗവാന്റെ രൂപമായിട്ട് കാണാൻ നമ്മൾ പഠിക്കണം. പിന്നെ വർണ്ണാശ്രമധർമ്മങ്ങൾ, അതിനുശേഷം ഭിക്ഷുഗീതം ഉപദേശിക്കുന്നു. ഭിക്ഷുഗീതം പറഞ്ഞാൽ നമ്മുടെ പണം 3 വിധത്തിലാണ്. ലക്ഷ്മി, മഹാലക്ഷ്മി, അലക്ഷ്മി എന്ന 3 വിധത്തിലാണ്. അതിൽ ലക്ഷ്മിയായി കിട്ടുന്ന പണം നമ്മുടെ കുടുംബത്തിന് ചിലവായി പോകും. മഹാലക്ഷ്മിയായി കിട്ടുന്ന പണമാണ് ഇതുപോലെ സത്സംഗത്തിലേക്കും അന്നദാനത്തിനും നവീകരണ കളസം ഇന്ന് നല്ല കാര്യത്തിന് ചിലവാകുന്ന പൈസയാണ് മഹാലക്ഷ്മി. ചില പൈസ വെറുതെ ഇങ്ങനെ മുറുക്കി തുപ്പാനോ മദ്യം കുടിക്കാനോ
ഇങ്ങനെ ചിലവാകുന്ന പൈസയൊക്കെ അലക്ഷ്മിയാണ്. അങ്ങനെ അലക്ഷ്മിയായി ഇരിക്കുന്ന പൈസാവ് മഹാലക്ഷ്മിയാക്കി മാറ്റി, ലക്ഷ്മിയായ പൈസാവ് മഹാലക്ഷ്മിയാക്കി മാറ്റാൻ ശ്രമിക്കണം. പിന്നെ ഭിക്ഷുകിതത്തിൻ്റെ പ്രധാന വിഷയം നമ്മുടെ സുഖദുഃഖങ്ങൾക്ക് നമ്മുടെ മനസ്സ് തന്നെയാണ് കാരണം. മനോഹികേതു സർവേഷാം എന്ന് പറയുന്ന പോലെ നായം ജനോ മേ സുഖദുഃഖഹേതു ന ദേവതാത്മാഗ്രഹകർമ്മകാലാ മനഃപരം കാരണമാനന്തി സംസാരചക്രം പരിവർത്തയേത്. മനസ്സാണ് പ്രധാന കാരണം സുഖദുഃഖങ്ങൾക്ക്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ഭഗവാന്റെ പാദം പിടിച്ചാൽ മതി, ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി പറയുന്നു. പിന്നെ ഭഗവാന്റെ പൂജാവിധികൾ പറയുന്നു. ഷോഡശ ഉപചാരം പ്രധാനമാണ്. അതിൽ 5 ഉപചാരം ധൂപം, ദീപം, നൈവേദ്യം, കർപ്പൂരം ഇതൊക്കെ കാണിക്കുന്നത് വളരെ വിശേഷമാണ്. ഇത് 5ലും പ്രധാനമായത് കർപ്പൂരമാണ്. ഭഗവാൻ കർപ്പൂരം സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ് ഒക്കെ പറയുന്നു. അതിനുശേഷം ഭഗവാൻ ഉദ്ധവനക്ക് പാതുക കൊടുത്ത് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഉദ്ധവൻ ഭഗവാനോട് ഭക്തി യാചിക്കുന്ന രംഗം. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാ യഥാത്വച്ചരണാംഭോജേ രഥിസ്യാദനപായിനി. ഭഗവാനിന് എൻ്റെ പാദത്തിൽ മാറാത്ത ഭക്തി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ഉദ്ധവൻ പുറപ്പെട്ടു ചെന്നു. പിന്നെ ഭഗവാൻ പുറപ്പെടുന്ന സമയത്ത് ദേവന്മാർക്കെ കാത്തിരിക്കുന്നു. ഞങ്ങളുടെ ലോകത്തിലേക്ക് വരണേന്ന് ഭഗവാൻ വിളിക്കുന്ന സമയത്താണ് ഭഗവാൻ ഒരാളോട് കണ്ടിട്ടില്ലേ. പരമേശ്വരൻ മഹാദേവൻ പാർവതിയോട് വന്നിട്ടുണ്ട്, ബ്രഹ്മാവ് സരസ്വതിയോട് വന്നിട്ടുണ്ട്. ഭവാന്യാച സമം ഭവ അധ തത്രാഗമത് ബ്രഹ്മ ഭവാന്യാച സമം ഭവ. അതേപോലെ ഇന്ദ്രൻ സചീറാണിയോട് വന്നിട്ടുണ്ട്, സചീദേവിയോടും. എല്ലാവരും ഭഗവാനെ വിളിക്കുന്നു. വൈകുണ്ഠത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ ലോകത്തിലേക്ക് വരണേന്ന്. പക്ഷേ ആരോടും ഒന്നും മിണ്ടാതെ ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദിവ്യരൂപം, ഒരു ജ്യോതിരൂപം സ്വീകരിച്ചു. തൻ്റെ സ്വന്തം ധാമത്തിലേക്ക് ചെന്നു. യോഗധാരണയാഗ്നേയ അദഗ്ധ്വാധാമ വിസത്സ്വകം. ഒരു ജ്യോതിരൂപം സ്വീകരിച്ച് സ്വന്തം ധാമത്തിലേക്ക് ചെന്നു. സ്വന്തം ധാമം എവിടെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ പത്മപുരാണത്തിൽ വ്യാസൻ പറയുന്നു, ചിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ഒരു ജ്യോതിരൂപം സ്വീകരിച്ച് ഭാഗവതത്തിൽ ഭഗവാൻ ലയിച്ചു ചേരുന്നു. അതുകൊണ്ടാണ് ഭാഗവതം വായിച്ചാൽ മതി, അതിൽ നിന്ന് തന്നെ നമുക്ക് കൃഷ്ണ സാക്ഷാത്കാരം കിട്ടും. അതിൻ്റെ തെളിവാണ് മീരാബായി. അപ്പുന്നെ മന്ദിരിന് ബൈഠിക്കർ ഗീത ഭാഗവത വാച്ചുങ്കി. ഗീതയും ഭാഗവതവും വായിച്ചാൽ മതി. ഭക്തി നമുക്ക് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അച്ഛനന്മാർ ഉണ്ടെങ്കിലേ ഒരു കുട്ടി വരുള്ളൂ. ഈ ഭക്തിയാകുന്ന പെൺകുട്ടി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഭക്തേ പിതാ ഭാഗവതം ഗീത മാതാ യശസ്വിനി. ഭക്തിയാകുന്ന പെൺകുട്ടിക്ക് അച്ഛനാണ് ഭാഗവതം, അമ്മയാണ് ഗീത. അപ്പോൾ ഗീതയും ഭാഗവതം വായിച്ചാലേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ ആ ഭക്തിയെ സ്വീകരിക്കാൻ ഭഗവാൻ വന്നിട്ട് എത്തിച്ചേരും എന്നാണ് താത്പര്യം. അതിനുശേഷം വാസസ്കന്ധത്തിൽ വരാൻ പോകുന്ന രാജാക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞ് പിന്നെ അവസാനം കൽക്കി അവതാരത്തിൻ്റെ കഥയും പറഞ്ഞ് അതിനുശേഷം കലിയുഗത്തിൽ എല്ലാം ദോഷവസ്തുക്കളാണ്, ശുദ്ധമായത് ഒന്നു മാത്രമേ ഉള്ളൂ. എന്താ? ഭഗവാന്റെ നാമം മാത്രമേ ഉള്ളൂ. ബാക്കി പാലായാലും ഒറിജിനൽ പശുവിൻ്റെ പാൽ ഒറിജിനൽ പശു തന്നെ കിട്ടുന്നില്ലേ, പിന്നെ ഒറിജിനൽ പാൽ എന്നത് കിട്ടും. ഇങ്ങനെ എല്ലാം ദോഷവസ്തുവാണ്. അപ്പോൾ ഈ ദോഷവസ്തുക്കളൊക്കെ ദോഷമില്ലാതാവണമെങ്കിൽ നാമം ജപിച്ചുകൊണ്ട് എന്നും സ്വീകരിക്കാൻ. കലേർദോഷനിധേരാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരാവ്രജേത് എന്ന് പറയുന്നു. അതിനുശേഷം 4 വിധമായ പ്രളയത്തെക്കുറിച്ച് വർണ്ണിച്ചു. പിന്നെ പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ നീ ജനിച്ചിട്ട് തന്നെ ഇല്ലേ, പിന്നെ എങ്ങനെ മരിക്കും? നമ്മളൊക്കെ ജനനമൊക്കെ ഡേറ്റ് പറയാനുണ്ടല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ. അതൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ജനനമാണ്. ഈ ആത്മാവിൻ്റെ ജനനവും ഇല്ല, മരണവും ഇല്ല. ആത്മസ്വരൂപമാണ് നീ, അത് മനസ്സിലാക്കിക്കോളൂ പറഞ്ഞ് ശുകാചാര്യൻ പുറപ്പെട്ടു. പിന്നെ അത് മനസ്സിലാക്കി പരീക്ഷത്ത് ധ്യാനത്തിൽ ഭഗവാനിൽ ലയിച്ചു ചേർന്നു. പിന്നെ പരീക്ഷത്തിൻ്റെ ശരീരത്തിൻ്റെ സംസ്കാരം നടത്തി തക്ഷകൻ. അതിനുശേഷം മാർക്കണ്ഡേയൻ്റെ കഥ വർണ്ണിക്കുന്നു. മാർക്കണ്ഡേയനക്ക് ഭഗവാൻ ആളിലക്കണ്ണനായി ദർശനം കൊടുക്കുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാളം മുകുന്ദം മനസാസ്മരാമി. സച്ചിദാനന്ദ രൂപനായി ആ പ്രളയജലമാണ് സത്ത്.
ആളിലെയാണ് ചിത്ത്, അതിൽ ആനന്ദമാണ് ഭഗവാൻ. അങ്ങനെ സച്ചിദാനന്ദ സ്വരൂപനായി ഭഗവാൻ ദർശനം കൊടുത്തു. പിന്നെ മാർക്കണ്ഡേയനക്ക് മഹാദേവനും പാർവതിയും വന്ന് പുരാണാചാര്യത്വം കൊടുക്കുന്ന രംഗവും, പിന്നെ ഭഗവാന്റെ ആഭരണങ്ങളുടെ തത്വവും 12 രാശികളിൽ സൂര്യൻ എങ്ങനെ സഞ്ചരിക്കുന്നു അതും കൂടി വർണ്ണിച്ച്, അതിനുശേഷം ഇതുവരെ എന്തൊക്കെ വർണ്ണിച്ചുവോ അത് ചുരുക്കി വർണ്ണിക്കുന്നു. അതാണ് ഭാഗവത സംഗ്രഹം. ആ ഭാഗവത സംഗ്രഹത്തിൽ പറയുന്നു, നമ്മൾ മഹാപാതകം ചെയ്തിട്ടുണ്ട്. ആ പാതകങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ദുഃഖം വരുന്നു. ആ പാതകങ്ങൾ, പാപങ്ങൾ നീങ്ങാൻ ഉറക്കെ വിളിച്ചാൽ മതി. ഹരയേ നമ ഇത്യുച്ചൈഹി മുച്യതേ സർവപാതകാത്. സർവപാതകങ്ങളിൽ നിന്നും നമുക്ക് മുക്തി കിട്ടണമെങ്കിൽ ഹരയേ നമഃ ഉറക്കെ വിളിച്ചാൽ മതി പറഞ്ഞ്, പിന്നെ ഇങ്ങനെ ഭാഗവതം ഉപദേശിച്ച ശുകാചാര്യനെ നമസ്കരിക്കുന്നു. അവസാനത്തെ 3 ശ്ലോകത്തിൽ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാതമോചത്. സാധാരണ സർപ്പം കടിച്ചാൽ അത് ഗരുഡമന്ത്രം ജപിക്കുന്ന ഒരു മാന്ത്രികൻ, മന്ത്രവാദി വന്നാൽ മതി. സംസാര സർപ്പത്തിൽ നിന്നും രക്ഷിച്ച് ആ ശുകാചാര്യനെ നമസ്കരിക്കുന്നു. വീണ്ടും ജന്മം എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ എടുക്കേണ്ടി വന്നാൽ ഒരു നല്ല ഭക്തനായി ജന്മം കിട്ടണേ, ഭക്തി തരണേന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം, സങ്കീർത്തനം പറഞ്ഞാൽ അർത്ഥം അനവരതം വിടാതെ നാമം ജപിച്ചാൽ നമ്മുടെ സർവപാപങ്ങളും സഞ്ചിതം ആകാമി പ്രാരബ്ധം, സാധാരണ പ്രാരബ്ധം മാറ്റാൻ പറ്റുന്നില്ലേ പറയും. പക്ഷേ വിടാതെ നാമം ജപിക്കുമ്പോൾ പ്രാരബ്ധം പോലും ഭഗവാൻ മാറ്റിത്തരും. പ്രണാമം, ആ ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ മുന്നിൽ വിൻ നമസ്കരിച്ചാൽ മതി, നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും. പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം പരം. അതുകൊണ്ടാണ് ഭാഗവതം വായിച്ച് തീർക്കുമ്പോൾ ഓരോ അധ്യായം കഴിയുമ്പോഴും നമ്മൾ പറയാറുണ്ട് ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ, ശ്രീഹരയേ നമഃ. അങ്ങനെ ഹരയേ നമഃ പറയാൻ കാരണം ഓരോ അധ്യായം കഴിയുമ്പോഴും ആ ഭഗവാനെ ഇതിന് നമസ്കരിച്ചാൽ മതി പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം ഇവിടെ സമർപ്പിക്കുന്നു. ഭാഗവതം സാധാരണ സപ്താഹമായിട്ടേ ചെയ്തു. ഇവിടെ ഇപ്രാവശ്യം 2 ദിവസം കൂട്ടി കൊടുത്തു അമ്മ നവാഹമായിട്ട്. എന്തായാലും നവാഹമായി ചൊല്ലുമ്പോൾ കുറച്ച് വിസ്തരിച്ച് ചൊല്ലാൻ വിചാരിച്ചിട്ടാണ് തുടങ്ങി. എന്തായാലും സപ്താഹം പോലെ തന്നെയായി. എന്താ ഏകാസ്കന്ധം വിസ്തരിക്കാൻ സമയം ഇല്ലാതായി. അടുത്ത പ്രാവശ്യമെങ്കിലും അമ്മ വിളിച്ചാൽ, എപ്പോൾ വിളിക്കുമോ അപ്പോൾ ഏകാസ്കന്ധം കൂടുതൽ വിസ്തരിക്കാനുള്ള ഒരു ഭാഗ്യം അമ്മ തരണേ. അതിനുള്ള ജ്ഞാനം എനിക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ നവാഹയജ്ഞം അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കാം. അപ്പോൾ കൃഷ്ണാവതാരണം വായിച്ച് ദീപാരാധന. ദശമസ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ 8, 9, 10 ശ്ലോകങ്ങളാണ്. നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുഃ സർവ്വഗുഹാശയഃ ആവിരാസീത്യഥാ പ്രാച്യാം ദിശിന്ദുരിവ പുഷ്കളഃ തമദ്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാർയുധായുധം ശ്രീവത്സലഗ്നം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഗവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്തസഹസ്രകുന്തലം ഉദ്ദാമകാന്ത്യംഗദകങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. തത ആരഭ്യനന്ദസ്യ വ്രജഃ സർവസമൃദ്ധിമാൻ ഹരേർനിവാസാത്മഗുണൈഃ രമാക്രീഡമഭും നൃപ. ഗുരുകീർത്തനം പിന്നെ ദീപാരാധന. സ്വജനഹൃദമലസരോവര വികസിത സരസീരുഹ മൃദുചരണ ഗംഭീരഗമന കരുണാജനകലാധര ശീതളവദന ജയ കളിമദഹരണ ജയ ഹരിനാമ
प्रेमिकेन्द्र सद्गुरु महाराज की जय। जय जय भागवत देवा, जय जय भागवत, जय जय राधा कृष्ण स्वरूपा, जय जय भागवत देवा, जय